അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചത് റിംഗ് കൗണ്ടർ ആയിരുന്നു. അത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നമുക്കിനി ഇതിൻ്റെ ഇപ്പോൾ കണ്ടിന്യൂഷൻ ആയിട്ട് നമുക്ക് അടുത്ത് പഠിക്കാനുള്ളത് ജോൺസൺ കൗണ്ടറാണ്. ഇത് രണ്ടുകൂടാണ് യൂഷ്വലി എല്ലാ തവണയും പരീക്ഷയൊക്കെ നമുക്ക് സാറിന് ചോദിക്കാറ്. നെക്സ്റ്റ് ഉള്ളത് ജോൺസൺ കൗണ്ടറാണ്. റിംഗ് കൗണ്ടർ പോലെ തന്നെയാണ്, ചെറിയൊരു ഡിഫറൻസ് മാത്രമേ ജോൺസൺ കൗണ്ടറിന് നമുക്കുള്ളൂ. അപ്പോൾ അതിൽ നേരത്തെ പോലെ ഒരു 4 ബിറ്റ് ഒരു ജോൺസൺ കൗണ്ടർ നമുക്ക് നോക്കാം. എത്ര ബിറ്റ് ഉണ്ടോ അത്രയും നമ്പർ ഓഫ് ഫ്ലിപ്പ് ഫ്ലോപ്പാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ യൂസ്വലി ഡി ഫ്ലിപ്പ് ഫ്ലോപ്പാണ് ഇതിനുവേണ്ടി യൂസ് ചെയ്യുന്നത്, ഡേറ്റ ഫ്ലിപ്പ് ഫ്ലോപ്പാണ് യൂസ് ചെയ്യുന്നത്. അപ്പം ഞാൻ മറ്റേതിന് പറഞ്ഞ പോലെ ഒരു 4 ഡി ഫ്ലിപ്പ് ഫ്ലോപ്പ് ഞാനിവിടെ വരയ്ക്കുന്നു. ഡി ഫ്ലിപ്പ് ഫ്ലോപ്പ് ഞാനിവിടെ വരയ്ക്കുന്നു. ഇനി എല്ലാത്തിനും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ക്ലോക്ക് നമ്മൾ വരയ്ക്കേണ്ട ഓർഡർ ഇങ്ങനെയാണ്: ഫ്ലിപ്പ് ഫ്ലോപ്പ് വരയ്ക്കുക, ക്ലോക്ക് വരയ്ക്കുക, എല്ലാവർക്കും സെയിം ക്ലോക്ക്. ഓക്കെ, പറഞ്ഞോടാ. സാറേ ഞാനൊരു 2-3 ക്ലാസ് കേറിയില്ല കേട്ടോ. 2-3 ക്ലാസ് ഇന്നോ? അല്ല, സാറിന്റെ 3 പീരീഡ് കേറിയില്ലെന്ന്. കഴിഞ്ഞ 2 ഇല്ലായിരുന്നു. എവിടെ പോയായിരുന്നു? സാറേ ചേച്ചിയുടെ കല്യാണത്തിന് വേണ്ടി അക്കൗണ്ട് ചേച്ചിയുടെ കല്യാണം നമ്മളെന്നും വിളിക്കുന്നില്ലയോ? ആലോചിക്കുന്നതേ ഉള്ളൂ. അതിന് നീ എവിടെ പോയി? അപ്പൊ ഞാൻ ചെറുക്കര കാടാകല്ലേ അങ്ങനെയൊക്കെ ആയിട്ട്. കുഴപ്പമില്ല, ഞാൻ നിനക്ക് വാക്ക് കണ്ടിട്ട് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ച് പഠിക്കണം കേട്ടോ. കുഴപ്പമില്ല. ശരി 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 ശരി. അതെന്തെങ്കിലും നമുക്ക് ചെയ്യാം, സമാനമുള്ള കാര്യമല്ലേ കേട്ടോ. അതെല്ലാം ചെയ്യാം നമുക്ക്. ശരി, നീ ഇപ്പോൾ ശ്രദ്ധിക്കും. ഓക്കെ, നമ്മൾ ഫ്ലിപ്പ് ഫ്ലോപ്പ് വരച്ചു, അതിൻ്റെ ക്ലോക്ക് വരച്ചു. അടുത്ത സ്റ്റെപ്പ് എന്ന് നമ്മൾ ക്ലോക്ക് വരയ്ക്കുക എന്നുള്ളതാണ്. ക്ലോക്ക് വരച്ചു. അതിനുശേഷം നമ്മൾ ഡി ഫ്ലിപ്പ് ഫ്ലോപ്പാണ് നമ്മൾ എല്ലാത്തിനും യൂസ് ചെയ്യുന്നത്. റിംഗ് കൗണ്ടറിനും ജോൺസൺ കൗണ്ടറിനും എല്ലാം നമ്മൾ ചെയ്യുന്നത് സാധാരണ ഷിഫ്റ്റ് രജിസ്റ്റർ തന്നെയാണ്. അത് ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഔട്ട്പുട്ടിൽ നിന്നാണ് അടുത്ത ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഇൻപുട്ടിലേക്ക് നമ്മൾ കണക്ട് ചെയ്യുന്നത്. റിംഗ് കൗണ്ടർ നിങ്ങൾക്ക് പഠിച്ചപ്പോൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. റിംഗ് കൗണ്ടറിൽ നമ്മൾ ചെയ്തത് ലാസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഔട്ട്പുട്ടിൽ നിന്ന് ഒരു ഫീഡ്ബാക്ക് എടുത്ത് നമ്മൾ നേരെ കൊണ്ടുവന്ന് നമ്മുടെ എവിടെ കൊടുക്കുമായിരുന്നു? നമ്മുടെ ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഇൻപുട്ടിലേക്കായിരുന്നു കൊടുത്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പിന് നമുക്ക് 2 ഔട്ട്പുട്ടാണല്ലോ ഉള്ളത്. ഒരു ക്യൂ ഉണ്ടാവും, ഒരു ക്യൂ ബാറും. ഇങ്ങനെ ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പിന് 2 ഔട്ട്പുട്ടാണുള്ളത്. ഒരു യൂഷ്വൽ ഔട്ട്പുട്ടും അതിൻ്റെ കോംപ്ലിമെൻ്റ് ഔട്ട്പുട്ടും ഉണ്ടാവും. ഇതാണ് നമുക്കുള്ളത്. നമ്മൾ റിംഗ് കൗണ്ടർ ചെയ്തപ്പോൾ നമ്മൾ ചെയ്തത് യൂഷ്വൽ ഔട്ട്പുട്ടിൽ നിന്ന് ഒരു ഫീഡ്ബാക്ക് എടുത്ത് നേരെ കൊണ്ട് ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിന് ഇൻപുട്ടിലേക്കായിരുന്നു നമ്മൾ കൊടുത്തിരുന്നത്. ഇതായിരുന്നു നമ്മൾ ഏതിൻ്റെ കേസിൽ ചെയ്തത്? റിംഗ് കൗണ്ടറിൻ്റെ കേസിൽ ചെയ്തത്. ജോൺസൺ കൗണ്ടറിലുള്ള പ്രധാന വ്യത്യാസം, ഇവിടെ നമ്മൾ ഇതിൻ്റെ ഓപ്പോസിറ്റ്, അതായത് കോംപ്ലിമെൻ്റ് ഔട്ട്പുട്ടിൽ നിന്ന്, ലാസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ കോംപ്ലിമെൻ്റ് ഔട്ട്പുട്ടിൽ നിന്നാണ് നമ്മളൊരു ഔട്ട്പുട്ട് എടുത്തിട്ട് നേരെ ഫീഡ്ബാക്കായിട്ട് കൊണ്ടുവന്ന് എവിടെ കണക്ട് ചെയ്യുന്നത്? നമ്മുടെ ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഇൻപുട്ടിലേക്ക് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് എങ്ങനെയാണ്? നേരത്തെ റിംഗ് കൗണ്ടർ ചെയ്തുകൊണ്ടിരുന്നത് ലാസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ സാധാരണ ഔട്ട്പുട്ടിൽ നിന്ന് ഔട്ട്പുട്ട് എടുത്തിട്ടാണ് നേരെ എവിടെ ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഇൻപുട്ടിൽ കണക്ട് ചെയ്തുകൊണ്ടിരുന്നത്. നമ്മൾ റിംഗ് കൗണ്ടറിൽ, ജോൺസൺ കൗണ്ടറിൽ നമ്മൾ ചെയ്യുന്നത് ലാസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ കോംപ്ലിമെൻ്ററി ഔട്ട്പുട്ടിൽ നിന്ന് ഔട്ട്പുട്ട് എടുത്തിട്ട് നേരെ എവിടെ കൊണ്ട് കണക്ട് ചെയ്യും? ഇൻപുട്ടിൽ കണക്ട് ചെയ്യും. അത് കൂടാതെ റിംഗ് കൗണ്ടറും ജോൺസൺ കൗണ്ടറുമായിട്ടുള്ള ഒരു വ്യത്യാസം കൂടെ ഉള്ളത്, നമ്മൾ പ്രീസെറ്റും ക്ലിയറും കഴിഞ്ഞ ദിവസം കണക്ട് ചെയ്ത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഔട്ട്പുട്ടിനെ ഇറസ്പെക്റ്റീവ് ഓഫ് ക്ലോക്ക് ആൻഡ് ഇൻപുട്ട്, ഔട്ട്പുട്ടിനെ സെറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന 2 സിഗ്നൽസ് ആണ് പ്രീസെറ്റും ക്ലിയറും. പ്രീസെറ്റ് സെറ്റ് ചെയ്യുവാണെങ്കിൽ അതിൻ്റെ ഔട്ട്പുട്ട് 1, ആ ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഔട്ട്പുട്ട് 1 ആയിരിക്കും. ക്ലിയർ സെറ്റ് ചെയ്യുവാണെങ്കിൽ ആ ഇൻപുട്ട് നമ്മുടെ ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഔട്ട്പുട്ട് 0 ആയിരിക്കും. അത് രണ്ടും ആക്റ്റീവ് ലോ സിഗ്നൽസ് ആണ്. നമ്മൾ ഇത്ര കാര്യങ്ങൾ നമുക്കറിയാം. നമ്മൾ റിംഗ് കൗണ്ടർ ചെയ്തപ്പോൾ ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിലേക്ക് നമ്മൾ സെറ്റ് ചെയ്ത് പ്രീസെറ്റും 2, 3, 4 ഫ്ലിപ്പ് ഫ്ലോപ്പിലേക്ക് നമ്മൾ സെറ്റ് ചെയ്ത് ക്ലിയറും ആയിരുന്നു. അത് ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഔട്ട്പുട്ട് 1 വരുന്ന രീതിയിലും 2ും 3ും 4ഉം 0യും വരുന്ന രീതിയിലായിരുന്നു റിംഗ് കൗണ്ടറിൽ സെറ്റ് ചെയ്തെങ്കിൽ, ജോൺസൺ കൗണ്ടറിൽ നമ്മൾ എല്ലാ ഫ്ലിപ്പ് ഫ്ലോപ്പും നമ്മൾ ക്ലിയർ ചെയ്യാൻ, എല്ലാ ഫ്ലിപ്പ് ഫ്ലോപ്പറും ഇനിഷ്യലി 0 വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കണക്ട് ചെയ്യുന്നത്. അതായത് അതിനകത്ത് പ്രീസെറ്റ് നമ്മൾ കണക്ട് ചെയ്യുന്നേ ഇല്ല. എല്ലാം നമ്മൾ കണക്ട് ചെയ്യുന്നത് എങ്ങോട്ടാണ്? ക്ലിയറിലേക്ക് മാത്രമാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത്. ഒരു മിനിറ്റ്. ഇവിടെ നമ്മൾ ഒന്നിനെയും നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പിനെ നമ്മൾ പ്രീസെറ്റ് ചെയ്യുന്നില്ല. എല്ലാ ഫ്ലിപ്പ് ഫ്ലോപ്പിനെയും നമ്മൾ എന്ത് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ? ക്ലിയർ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. ഈ നമ്മുടെ സിഗ്നൽ നമ്മൾ നേരത്തെ വിളിച്ചത് എന്താണ്? ഓവർ റൈഡിങ് സിഗ്നൽ എന്നാണ്.
ഓവർ റൈഡിങ് സിഗ്നൽ. ആ ഓവർ റൈഡിങ് സിഗ്നലിൻ്റെ വാല്യൂ നമ്മൾ കൊടുത്തുകൊണ്ടിരുന്ന വാല്യൂ 0 1 ആണ്. നമ്മളിപ്പോൾ ഈ കറസ്പോണ്ടിങ് വാല്യൂ കൊടുക്കുന്നത് 0 ആണ്. 0 കൊടുക്കുന്നതിൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ സിഗ്നൽസ് ഇപ്പോൾ ഇത് ക്ലിയർ ആണേ, CLR ഈ കൊടുത്തേക്കുന്ന വാല്യൂ എല്ലാം ക്ലിയർ ആണ് നമ്മൾ കണക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ക്ലിയർ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കും? ഇത് 0 ചെല്ലുമ്പോൾ ക്ലിയർ ആക്റ്റീവ് ആവും. 0 ചെല്ലുമ്പോൾ ക്ലിയർ ആക്റ്റീവ് ആവും. ഈ ഓരോ നമ്മുടെ ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഔട്ട്പുട്ടിൻ്റെ വാല്യൂ എന്തായിരിക്കും? 0. ഇപ്പോൾ ഇനീഷ്യൽ കണ്ടീഷനിൽ എല്ലാ ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഔട്ട്പുട്ടിൻ്റെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇതിൻ്റെ ഔട്ട്പുട്ടിൻ്റെ വാല്യൂ ഇത് Q3, Q2, Q1 ആൻഡ് ലാസ്റ്റ് Q0 ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ടേബിൾ എഴുതാതിരിക്കാം. Q3, Q2, Q1, Q0 ഇതുണ്ടെന്നുണ്ടെങ്കിൽ അതിന് ഇനീഷ്യൽ കണ്ടീഷനിൽ ഇതിൻ്റെ എല്ലാം വാല്യൂ എന്തുവാണ്? 0 0 0 0. കാരണം നമ്മൾ ഫസ്റ്റ് നമ്മൾ തുടങ്ങുന്ന സമയത്തിൻ്റെ എല്ലാം വാല്യൂ 0 ആണ്. ബിക്കോസ് നമ്മൾ എല്ലാത്തിലും ക്ലിയർ സിഗ്നൽ കൊടുത്തേക്കാണ്. സോ ഇറ്റ് വിൽ ബി 0. അപ്പോൾ നമ്മൾ നോക്കേണ്ട ഇനി അടുത്ത ക്ലോക്ക് സൈക്കിൾ ഫസ്റ്റ്, ഇത് ഇനീഷ്യൽ കണ്ടീഷനാണ്. ഇനി ഫസ്റ്റ് ക്ലോക്ക് സൈക്കിൾ വരുമ്പോൾ നടക്കാൻ പോകുന്ന കാര്യം നമുക്ക് നോക്കാം. എല്ലാത്തിൻ്റെ ഔട്ട്പുട്ട് 0 ആണേ, കുഴപ്പമില്ലേ? അതായത് ഇവിടെ Q3യുടെ ഇവിടെ 0 ആണ്, Q2ൻ്റെ ഇവിടെ 0 ആണ്, Q1ൻ്റെ ഇവിടെ 0 ആണ്, Q0യുടെ ഇവിടെ 0 ആണ്. ഇത് നമുക്ക് 4 അറിയാം. Q3യുടെ ഇവിടെ 0 ആണെങ്കിൽ ഇത് ഇൻപുട്ട് നോക്കുവാണെങ്കിൽ എന്തുവാണ്? ഇത് D3, ഇത് D2, ഇത് D1, ഇതെന്തുവാണ്? D0, ഡിയുടെ ഇൻപുട്ട് എന്നുള്ള രീതിയിൽ. അപ്പോൾ Q3 0 ആണെങ്കിൽ ആ Q3 കണക്ട് ചെയ്തിരിക്കുന്ന D2ലോട്ടല്ലേ? ഇപ്പോൾ D2 എന്തുമായിരിക്കും? 0 ആയിരിക്കും. Q2 0 ആണെങ്കിൽ D1 എന്തുമായിരിക്കും? നിവേദേ എന്ന് പറഞ്ഞേ. Q2 0 ആണെങ്കിൽ D1 എന്തുമായിരിക്കും? 0. Q1 0 ആണെങ്കിൽ D0 എന്തുമായിരിക്കും? 0. അതേസമയം ഒരു കാര്യം ഇനി എന്ന് പറഞ്ഞേ, Q0 0 ആയ, അതായത് ഈ Q 0 ആയ, അപ്പോൾ Q ബാർ എന്തുമായിരിക്കും? 1 ആയിരിക്കുവേ. ഈ 1 നമ്മൾ എങ്ങോട്ടാണ് കണക്ട് ചെയ്തേക്കുന്നത്? ഈ 1 എടുത്തിട്ട് നമ്മൾ എങ്ങോട്ടാണ് കണക്ട് ചെയ്തേക്കുന്നത്? നേരെ വന്ന് എവിടോട്ടാ? D3 ആണോ? അപ്പോൾ അങ്ങനെ ആണെങ്കിൽ Q0 0 ആണെങ്കിൽ D3 എന്തുമായിരിക്കും? D3 എന്തുമായിരിക്കും? Q0 0 ആയപ്പോൾ അതിൻ്റെ ബാർ എന്തുവാണ്? 1 ആണ്. ആ 1നെയാണ് നമ്മൾ എങ്ങോട്ട് കണക്ട് ചെയ്തേക്കുന്നത്? D3ലോട്ട്. അപ്പോൾ D3യുടെ ഇൻപുട്ടിൽ എന്തുമായിരിക്കും വരുന്നത്? 1 അല്ലേ വരുന്നത്? ശരിയാണോ? അപ്പോൾ ഇപ്പോൾ ക്ലോക്ക് ഒന്നും നമ്മൾ കൊടുത്തിട്ടില്ല. ഇനീഷ്യലി ഔട്ട്പുട്ട് എല്ലാം 0 ആയിരുന്നു. അപ്പോൾ ഈ ലാസ്റ്റിലത്തെ ഔട്ട്പുട്ട് 0 ആയപ്പോൾ അതിൻ്റെ കോംപ്ലിമെൻറ്റ് 1 ആയി. അത് എവിടെ വന്നിട്ടുമുണ്ട്? D3യിൽ വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഫസ്റ്റിലത്തെ ക്ലോക്ക് സൈക്കിൾ ഒരു നെഗറ്റീവ് എഡ്ജ് ട്രിഗറിങ്ങാ അല്ലെങ്കിൽ ഫോളിംഗ് എഡ്ജാ. ഫസ്റ്റ് ക്ലോക്ക് സൈക്കിൾ കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കും? ഈ ഇൻപുട്ടിലുള്ളത് എല്ലാം ഔട്ട്പുട്ടിൽ വരുമോ? ഈ ഇൻപുട്ടിലുള്ള സാധനങ്ങളെല്ലാം ഔട്ട്പുട്ടിൽ വരുമോ? അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ക്ലോക്ക് സൈക്കിൾ വന്നു. D3 കിടക്കുന്ന 1 എവിടെ വരും? അനുശ്വരേ, D3 കിടക്കുന്ന 1 എവിടെ വരും? D3 കിടക്കുന്ന 1 ആദ്യത്തെ ക്ലോക്ക് സൈക്കിൾ വരുമ്പോൾ D3 കിടക്കുന്ന 1 എവിടെ വരും? D ഫ്ലിപ്പ് ഫ്ലോപ്പ് അല്ലേ? അപ്പം ഇൻപുട്ടിൽ കൊടുക്കുന്ന എവിടെ വരും? D3യിലെ 1 എവിടെ വരും? Q3യിൽ വരുമോ? അപ്പം Q3 നേരത്തെ 0 ആയിരുന്നു, അവിടെ ഇപ്പം എന്തുവായി? 1 ആയി. D2ൽ ഇപ്പം കിടന്നിരുന്ന എന്തുവായിരുന്നു? 0 ആയിരുന്നു. അപ്പം Q2ലോട്ട് എന്തോ വരും? ക്ലോക്ക് വരുമ്പം 0 വരും. ശരിയാണോ? D1ൽ 0 ആയിരുന്നു. അപ്പം Q1ൽ അടുത്ത ഇതിൽ എന്തോ പറ്റും? 0 വരും. D0ൽ 0 ആയിരുന്നു. അപ്പം Q0ൽ എന്തോ വരും? 0 വരും. ഇവിടെ വല്ല മാറ്റവും വരുമോ? ഇവിടെ 0 ആണെങ്കിൽ ഇവിടെ 1 തന്നെ അല്ലയോ? ശരിയാണേ? ഓക്കെ, കുഴപ്പമില്ല. അപ്പം നോക്കി, ഇപ്പം 1 വന്നു. അതായത് Q3യിൽ 1 വന്നു, Q2ലും Q1ലും Q0ലും എന്തോ വന്നു? 0 വന്നു. കുഴപ്പമില്ലേ? ഇനി ഓരോ ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഇൻപുട്ട് നോക്കിയേ. Q3യിൽ 1 വന്നാൽ D2ലോട്ട് എന്തായിരിക്കും വരുന്നത്? Q3 1 ആണെങ്കിൽ D2ലോട്ട് എന്തായിരിക്കും വരുന്നത്? ഈ 1 അല്ലയോ? ശരിയാണോ? മനസ്സിലാവുന്നുണ്ടോ? Q3യിൽ 1 ഇപ്പോൾ വന്നിട്ടുണ്ട്. ഒരു ക്ലോക്ക് സൈക്കിൾ കഴിഞ്ഞപ്പോൾ Q3 1 ആയി. Q3 1 എന്ന് പറഞ്ഞാൽ ആ Q3 തന്നെ നമ്മൾ ഇവിടെ കണക്ട് ചെയ്തേക്കുന്നത് D2. അപ്പോൾ D2യിൽ എന്തുമായി വന്നേ? 1 വന്നു. ശരിയാണോ? ആരെങ്കിലും പറഞ്ഞേ, ശരിയാണോ? Q3യിൽ 1 വന്നാൽ D2യിൽ 1 വരുമോ? 1 വരും. അപ്പോൾ അതുപോലെ തന്നെ ആണെങ്കിൽ Q2യിൽ 0 വന്നെങ്കിൽ D1ൽ എന്താ വരും? 0 വരും. Q1ൽ 0 വന്നെങ്കിൽ D0ൽ എന്താ വരും? 0 വരും. Q0ൽ 0 ആയിരുന്നു. Q1ൽ അപ്പം Qയിൽ എന്തോ വരും? ബാർ വന്നപ്പോൾ 1 തന്നെ വന്നു.
ആ 1 ആണ് നമ്മൾ എങ്ങോട്ട് കണക്ട് ഇവിടെ വന്നേക്കുന്നത്. അപ്പോൾ ഇവിടെ വല്ല ചേഞ്ചും വരുമോ? വല്ല ചേഞ്ചും വരുമോ? ഇല്ല, കിടക്കും. ഇനി രണ്ടാമത്തെ ക്ലോക്ക് സൈക്കിൾ വന്നു. ഞാൻ രണ്ടാമത്തെ ക്ലോക്ക് സൈക്കിൾ കൊടുത്തു. എന്തോ സംഭവിച്ചു? D3 ഇൻപുട്ട് എന്തുവാ? 1 ആ. അപ്പോൾ Q3 എന്താ വരും? D3 ഇൻപുട്ടിൽ 1 ആ. അപ്പോൾ Q3 എന്താ വരും? എന്താ വരും പിള്ളേരെ? D3 ഇൻപുട്ടിൽ 1 ആണെങ്കിൽ Q3 എന്താ വരും? 1 വരും. D2 ഇൻപുട്ടിൽ 1 ആ. അപ്പോൾ Q2 ഔട്ട്പുട്ടിൽ Q2 എന്താ വരും? D2 1 ആണ്. അപ്പോൾ Q2 എന്താ വരും? എന്താ വരടാ വിഷ്ണു? D2 ഇൻപുട്ടിൽ 1 ആണെങ്കിൽ Q2 എന്താ വരും? 1 വരും. പിന്നെതാ D1 ഇൻപുട്ട് 0 ആ. അപ്പോൾ Q1 എന്താ വരും? D1 ഇൻപുട്ട് 0. Q0 ഇൻപുട്ട് 0 ആ. അപ്പോൾ Q0 ഔട്ട്പുട്ടിൽ D0 0 ആ. അപ്പോൾ Q0 എന്താ വരും? 0. അപ്പോൾ നമുക്കിപ്പോൾ എന്തുവായി? രണ്ടിടത്ത് 1 വന്നു, 0യും 0യും വന്നു. ഇനി Q0 0 ആണെങ്കിൽ Q ബാർ എന്തുമായിരിക്കും? 1 ആയിരിക്കത്തില്ലയോ? ആ 1 വീണ്ടും എവിടെ വരും? ഇവിടെ വരും. ശരിയാണേ? അപ്പോൾ വീണ്ടും D3 ഇൻപുട്ട് 1 ആണ്, Q3 ഇൻപുട്ട് 1 ആണ്, അവിടെ D2 ഇൻപുട്ട് 1 ആണ്. നമുക്കിപ്പോൾ പറഞ്ഞു Q2 1 ആയി. ഈ Q2 1 ആയെങ്കിൽ D1 എന്തുമായിരിക്കും വരാൻ പോന്നേ? 1 ആയിരിക്കും. D1 ഇപ്പം നിലവിൽ Q1 0 ആണെങ്കിൽ Q0 വരാൻ പോകുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും. Q0 1 ആണെങ്കിൽ ഈ സാധനം വരാമ്പോൾ തിരിച്ചായിരിക്കും. ചുരുക്കം പറഞ്ഞാൽ ഇനി അടുത്ത ക്ലോക്ക് സൈക്കിൾ വരുമ്പോൾ എന്തോ സംഭവിക്കും? ഇത് എങ്ങനെ പാറ്റേൺ പോകും? ഇപ്പം നമ്മൾ പറഞ്ഞനുസരിച്ച് ഈ 1 ഇപ്പുറത്തോട്ട് വരും, ഇവിടെ ബാറുള്ള പുതിയ 1 വീണ്ടും വരും, 1 1, ഈ 1 അങ്ങോട്ട് പോയി, ഇത് മാത്രം 0 വരും. അതിനുശേഷം അടുത്ത ക്ലോക്ക് സൈക്കിൾ വരുമ്പോൾ എന്തോ സംഭവിക്കും? 1 1 1 1 വരെ വരും. ഇനി ഇവിടെയാണ് ചേഞ്ച് വരാൻ പോകുന്നത്. ഇപ്പം നമുക്ക് Q3 Q2 Q1 Q0 കിടക്കുന്ന എന്തുവാണ്? 1 1 1 1 ആ. പിന്നെ ഒന്ന് നോക്കിയേ, അതായത് Q3 ഇവിടെ താഴോട്ട് എഴുതി ഞാൻ. Q3 കിടക്കുന്ന 1, Q2 കിടക്കുന്ന 1, Q1 കിടക്കുന്ന 1, Q0 കിടക്കുന്ന 1. ഇപ്പം നമ്മുടെ നിലവിലത്തെ അനുസരിച്ച് Q3 Q2 Q1 Q0 കിടക്കുന്ന 1 ആ. Q0 1 ആണെങ്കിൽ Q ബാറിൽ എന്തുമായിരിക്കും? Q0 അല്ലെങ്കിൽ ഈ ലാസ്റ്റിലത്തെ Q 1 ആണെങ്കിൽ അതിൻ്റെ ബാറിൽ കിടക്കുന്ന വരുന്ന എന്തുമായിരിക്കും വാല്യൂ? എന്തുമായിരിക്കും മളവിയെ? എന്താ മള വരുന്നത്? അതിൻ്റെ ക്യൂവിൽ വരുന്നത് 0 ആണ്, 1 ആണെങ്കിൽ അതിൻ്റെ ബാറിൽ എന്താ വരും? 0 വരും. അപ്പോൾ നമ്മളിപ്പോൾ ഇനി തൊട്ട് 0 വരും. ഇനി തൊട്ട് തിരിച്ച് ഫീഡ്ബാക്കിൽ പോകുന്നത് 1 ആയിരിക്കുമോ പോകുന്നത്? ഇനി തൊട്ട് ഈ ഫീഡ്ബാക്കിൽ 1 ആണോ പോകുന്നത്? ആണോ? അല്ല. അപ്പോൾ ഇനി തൊട്ട് എന്ത് ചെയ്യും? D3 ഇൻപുട്ടിൽ നമുക്ക് വരാൻ പോകുന്നത് എന്തുമായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ അടുത്ത ക്ലോക്ക് സൈക്കിൾ വരുമ്പോൾ എന്തോ സംഭവിക്കും? ഫസ്റ്റ് ഇതിൻ്റെ ഔട്ട്പുട്ടിൽ എന്ത് വരും? 0 വരും. 2 3 4 എന്തുവാ? 1. അടുത്ത ക്ലോക്ക് സൈക്കിൾ വരുമ്പോൾ എന്തോ സംഭവിക്കും? വീണ്ടും 0 തന്നെയല്ലേ വരുന്നത്? പിന്നെ 2 0 വരും, 2 1 വരും. അടുത്ത ക്ലോക്ക് സൈക്കിൾ വരുമ്പോൾ എന്തോ സംഭവിക്കും? 0 0 0 1. മനസ്സിലായോ? അപ്പോൾ ഇങ്ങനെ ഒരു പാറ്റേൺ, അതായത് ആദ്യം 1 ഇങ്ങനെ കയറി വന്ന് ഫുള്ളായി, അതിനുശേഷം 1 പോയി 0 കയറി വന്ന് ഇങ്ങനെയായി. അപ്പോൾ ഇങ്ങനൊരു രീതിയിൽ ഒരു പാറ്റേൺ അല്ലെങ്കിൽ കൗണ്ടർ നമ്മൾ പറയുവാണെങ്കിൽ ഇതിൻ്റെ കൗണ്ടർ ഏതൊക്കെയാണെന്ന് നോക്കി. ഇത് എങ്ങനെ കൗണ്ട് ചെയ്ത് നോക്കി? 1 0 0 0 8, 1 1 0 0 ഏതാ? 12, 1 1 1 0 ഏതാ? 14, 1 1 1 1 ഏതാ? 50 60 60 1 1 1 ഏതാ? 15 16 16 1 1 1 1 ആണോ? 0 1 1 ആടാ 7. 0 1 1 അല്ലടാ 7. ഓക്കെ, നമ്മൾ 15. പിന്നെ 0 1 1 1 7, 0 0 1 1 3, 0 0 1 7. അപ്പോൾ ഈ ജോൺസൺ കൗണ്ടർ കൗണ്ട് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? 8 12 14 15 7 3 1, വീണ്ടും 8 12 14 15 7 3 1. ഈ ഒരു പാറ്റേൺ ജനറേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ആരുടെ ജോലി? ജോൺസൺ കൗണ്ടറിൻ്റെ ജോലി. മനസ്സിലായോ? പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഹലോ, പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഇത് എങ്ങനെയാണ് വന്നതെന്ന് മനസ്സിലായോ? ഇവിടെ ഒരിടത്ത് പോലും നമ്മൾ പ്രീസെറ്റ് കൊടുത്തിട്ടില്ല. നമ്മൾ ഒറ്റ വ്യത്യാസം നമ്മൾ വരുത്തിയെന്ന് പറഞ്ഞാൽ എല്ലാം ക്ലിയർ ചെയ്തിട്ട് ലാസ്റ്റിലെ ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഔട്ട്പുട്ടിൻ്റെ കോംപ്ലിമെൻ്റ് ആണ് എവിടേക്ക് കൊടുത്തേക്കുന്നത്? ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഇൻപുട്ടിലേക്ക് കൊടുത്തേക്കുന്നത്. ആ കോംപ്ലിമെൻ്റ് വരുന്നുള്ളത് കൊണ്ടാണ് ഇവിടെ 0 വരുമ്പോൾ ഇവിടെ 1 വരും. അങ്ങനെയാണ് 1 എവിടേക്ക് ഇൻസേർട്ട് ആവുന്നത്? നമ്മുടെ പാറ്റേണിലേക്ക് ഇൻസേർട്ട് ആവുന്നത്. ആ 1 കയറി ഒന്ന് ഫുള്ള് 1 ആവും. അതിനുശേഷം ഫുള്ള് 1 ആയി കഴിയുമ്പോൾ വീണ്ടും എന്താ പറ്റും? കോംപ്ലിമെൻറ്റ് 0 ആവും.
പിന്നെ 0 ആയിരിക്കും കയറുന്നത്. അങ്ങനെ 0 കയറി വന്ന് ഇരുത്തിപ്പോവും. ഇനി ഇത് മൊത്തം 0 ആയി കഴിഞ്ഞ് വീണ്ടും സംഭവിക്കും. ഇനി അടുത്ത സ്റ്റെപ്പ് സംഭവിക്കാൻ പോകുന്നത് എന്തുവാ? ഫുള്ള് 0 വരും, വീണ്ടും എന്താ സംഭവിക്കും? ഫുള്ള് 0 ആയി കഴിഞ്ഞാൽ വീണ്ടും എന്ത് ചെയ്യും? 1 കയറും. ഇതിങ്ങനെ ഈ പാറ്റേൺ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കും. മനസ്സിലാവുന്നുണ്ടോ? ഇങ്ങനെയാണ് ഒരു ജോൺസൺ കൗണ്ടർ വർക്ക് ചെയ്യുന്നത്. മനസ്സിലായോ? മനസ്സിലാവുന്നുണ്ടോ പിള്ളേരെ? ഉണ്ടോ? ഉണ്ട്. ഇനി ഓക്കെ, ശരി. ഇനി ഇതിന് നിങ്ങൾ ചില പരീക്ഷയ്ക്ക് ഇപ്പം റിംഗ് കൗണ്ടറിൻ്റെ അത് വ്യത്യാസം നമ്മൾ മെയിനായിട്ട് പറഞ്ഞത് ഇതിൻ്റെ ഔട്ട്പുട്ടിൻ്റെ കോംപ്ലിമെൻ്റ് ആണ് നമ്മൾ ഇവിടെ കൊടുക്കുന്നതെന്ന് പറഞ്ഞു. ഇൻപുട്ടിലേക്ക് കൊടുക്കുന്നത് ഒരു ട്വിസ്റ്റഡ് ആയിട്ടുള്ള രീതിയിലാണ്. അതായത് നേരെ കൊടുക്കുന്നതിന് പകരം ട്വിസ്റ്റഡ് ആയിട്ടുള്ള രീതിയിലാണ് നമ്മളിതിൻ്റെ ഫീഡ്ബാക്ക് എടുത്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ ജോൺസൺ കൗണ്ടറിന് നമ്മൾ വേറൊരു പേര് വിളിക്കാറുണ്ട്. പരീക്ഷയ്ക്ക് ചിലപ്പോൾ ഇങ്ങനെയും ചോദിച്ചേക്കാം. ജോൺസൺ കൗണ്ടറിന് വേറൊരു പേരുണ്ട്, ട്വിസ്റ്റഡ് റിംഗ് കൗണ്ടർ. അപ്പോൾ റിംഗ് കൗണ്ടർ എന്ന് ചോദിച്ചാൽ ഒന്ന്, ജോൺസൺ കൗണ്ടർ എന്നോ ട്വിസ്റ്റഡ് റിംഗ് കൗണ്ടർ എന്നോ ചോദിച്ചാൽ അത് ഏതായിരിക്കും? ജോൺസൺ കൗണ്ടർ. ഈ ജോൺസൺ കൗണ്ടറിനുള്ള വേറൊരു പേരാണ് ട്വിസ്റ്റഡ് റിംഗ് കൗണ്ടർ. മനസ്സിലാകുന്നുണ്ടോ? അതുപോലെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത്, നിങ്ങൾക്ക് റിംഗ് കൗണ്ടർ ഞാൻ പഠിച്ചപ്പോൾ റിംഗ് കൗണ്ടർ നമ്മൾ കൗണ്ട് ചെയ്തുകൊണ്ടിരുന്നത് 8 കൗണ്ട് ചെയ്യും, പിന്നെ 4 പോവും, പിന്നെ 2 പോവും, പിന്നെ 1 പോവും. ഇങ്ങനെ 8, 4, 2, 1, വീണ്ടും 8, 4, 2, 1. ഇങ്ങനെയാണ് ഏത് കൗണ്ട് ചെയ്തുകൊണ്ടിരുന്നത്? റിംഗ് കൗണ്ടർ കൗണ്ട് ചെയ്തുകൊണ്ടിരുന്നത്. ഇതിനകത്ത് മനസ്സിലാക്കേണ്ട കാര്യം 8ന്റെ പകുതിയാണ് 4, 4ന്റെ പകുതിയാണ് 2, 2ന്റെ പകുതിയാണ് 1, വീണ്ടും 8, 4, 2, 1, 8, 4, 2 ഉണ്ട്. അങ്ങനെ പകുതി ചെയ്ത് പോകുന്നത് കൊണ്ട് തന്നെ റിംഗ് കൗണ്ടറിന് വേറൊരു പേരുണ്ട്, ഡിവൈഡ് ബൈ 2 കൗണ്ടർ. റിംഗ് കൗണ്ടറിന് വേറൊരു പേര് നമ്മൾ വിളിക്കാറുണ്ട് ഡിവൈഡ് ബൈ റിംഗ് കൗണ്ടർ, അല്ലെങ്കിൽ ഫ്രീക്വൻസിയെ ഡിവൈഡ് ചെയ്യുക. അങ്ങനെ പറയും, ഫ്രീക്വൻസിയെ ഡിവൈഡ് ചെയ്യാൻ ബൈ 2, ഫ്രീക്വൻസിയെ ഹാഫ് ആക്കാൻ, ഫ്രീക്വൻസിയെ ഡിവൈഡ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന കൗണ്ടറും ഏതാണ്? റിംഗ് കൗണ്ടർ. അപ്പോൾ ഫ്രീക്വൻസിയെ ഡിവൈഡ് ചെയ്യുക, ഡിവൈഡ് ബൈ 2, ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ അത് ഏത് കൗണ്ടറാണ്? റിംഗ് കൗണ്ടറാണ്. അതേസമയം ട്വിസ്റ്റഡ് റിംഗ് കൗണ്ടർ എന്ന് ചോദിച്ചാൽ അത് ഏത് കൗണ്ടറാണ്? ജോൺസൺ കൗണ്ടർ. മനസ്സിലാവുന്നുണ്ടോ? അത് മനസ്സിലിരിക്കണം. മനസ്സിലാവുന്നുണ്ടോ? ആർഷേ മോളെ മനസ്സിലായോ? ഹലോ ആർഷേ, ഹലോ, ഉണ്ടോ അവിടെ? ഉണ്ട്. മനസ്സിലായോ എന്ന് പറഞ്ഞത്? ഹലോ പറഞ്ഞത് മനസ്സിലായോന്ന്? എന്താണ് ട്വിസ്റ്റഡ് റിംഗ് കൗണ്ടർ എന്നും ഡിവൈഡ് ബൈ 2 എന്നൊക്കെ പറഞ്ഞത് മനസ്സിലായോന്ന്? കുഴപ്പമില്ല, എനിക്കൊന്ന് കട്ടായി പോയെന്ന് തോന്നുന്നു. പോട്ടെ, സാരമില്ല. എനിവേ, ഇതാണ് കൗണ്ടർ. ഇനി അല്ലെങ്കിൽ നമ്മുടെ റിംഗ് കൗണ്ടറും ജോൺസൺ കൗണ്ടറും പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് ചോദിക്കാൻ ചാൻസുള്ള റിംഗ് കൗണ്ടറും ജോൺസൺ കൗണ്ടറും. ഇനി നമുക്ക് ഒരു ടോപ്പിക് കൂടെ ഉണ്ട്. ഇത് പ്രധാനപ്പെട്ട ടോപ്പിക്കാണ്. ഇത് 100% നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ടോപ്പിക്കാണ്. ഇതൊരു ക്വസ്റ്റ്യൻ 100% ഉറപ്പിച്ചത് പ്രോബ്ലമായിട്ട് ഒരു പ്രോബ്ലം ആണേ. ഇത് നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കണം. എന്ന് പറഞ്ഞാൽ ഡിസൈൻ ഓഫ് സിങ്ക്രണസ് കൗണ്ടേഴ്സ്. ഡിസൈൻ ഓഫ് സിങ്ക്രണസ് കൗണ്ടേഴ്സ് ഉറപ്പായിട്ടും പരീക്ഷയ്ക്ക് എല്ലാ തവണ ഇതിനകത്തൊരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഉണ്ടാവും, യാതൊരു സംശയവും ഇല്ല. ഡിസൈൻ ഓഫ് സിങ്ക്രണസ് കൗണ്ടർ. കൗണ്ടർ എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ നമ്പർ വാല്യൂ ഇങ്ങനെ കൗണ്ട് ചെയ്ത് പോകുന്നതാണ് നമ്മൾ കൗണ്ടർ എന്ന് പറയുന്നതൊക്കെ അറിയാം. എന്താണ് സിങ്ക്രണസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിങ്ക്രണസും അസിങ്ക്രണസും ഉണ്ട്. ഞാൻ പറഞ്ഞതെന്നാണ്. നമ്മൾ അസിങ്ക്രണസ് കൗണ്ടർ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. റിപ്പിൾ കൗണ്ടർ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഓൾറെഡി അസിങ്ക്രണസ് കൗണ്ടർ പഠിച്ചതാണ്. ഒരെണ്ണത്തിൻ്റെ ഔട്ട്പുട്ട് അടുത്തതിൽ കൊടുക്കുന്നു, നമ്മൾ കണക്ട് ചെയ്യുന്നു. ഇത് ജസ്റ്റ് ഓരോ ക്ലോക്ക് കൊടുക്കുന്നതനുസരിച്ച് ഇത് എന്ത് ചെയ്തുകൊണ്ടിരിക്കും? നമ്മൾ ക്ലോക്ക് എന്ന് പറയുന്നത് എല്ലാവർക്കും കൂടെ ഒരു ക്ലോക്ക് ആയിരിക്കത്തില്ല കൊടുക്കുന്നത്. ഒരെണ്ണത്തിൻ്റെ ഔട്ട്പുട്ട് ആയിരിക്കും അടുത്തതിൻ്റെ ക്ലോക്കിലേക്ക് കൊടുക്കുന്നത്. അതിങ്ങനെ കൗണ്ട് ചെയ്ത് പോകും. ഇതാണ് റിപ്പിൾ കൗണ്ടർ അല്ലെങ്കിൽ അസിങ്ക്രണസ് കൗണ്ടർ എന്നൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചതാണ്. അപ്പം ഞാൻ അതിലേക്ക് ഇനി കൂടുതൽ പോകുന്നില്ല. ഹലോ സാർ, ഞാൻ ഇടയ്ക്കൊന്ന് ലെഫ്റ്റ് ആയിരുന്നു. കുഴപ്പമില്ല. കുഴപ്പമില്ല. നീ വീഡിയോ കാണുക, എന്നിട്ട് എന്തെങ്കിലും മനസ്സിലായില്ലെങ്കിൽ പറഞ്ഞാൽ നമുക്ക് ഒന്നുകൂടെ പറഞ്ഞുതരാം കേട്ടോ. ഞാൻ കുഴപ്പമില്ല. ശരി. ബാക്കിയുള്ളവർക്ക് ഞാൻ പറഞ്ഞത് ക്ലിയർ ആണോ? മീനാക്ഷി കേൾക്കാവോ? പറഞ്ഞത് കേൾക്കുന്നുണ്ടോ? ക്ലിയർ ആണോ? ശരി, ഓക്കെ. അപ്പോൾ ഇത് നമുക്ക് എന്തായാലും നമുക്ക് പഠിക്കണം. അപ്പോൾ ഇതിനെന്ന് പറഞ്ഞാൽ സിങ്ക്രണസ് കൗണ്ടർ അസിങ്ക്രണസ് നമ്മൾ പഠിച്ചതാണ്. സിങ്ക്രണസ് കൗണ്ടർ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. എല്ലാ ഫ്ലിപ്പ് ഫ്ലോപ്പുകൾക്കും നമ്മൾ അറ്റ് എ ടൈം ഒരുമിച്ച് കൗണ്ടർ കൊടുക്കും, ക്ലോക്ക് കൊടുക്കും. ഒറ്റ ക്ലോക്കിൽ എല്ലാവരും ഒരുമിച്ച് വർക്ക് ചെയ്യും. അതുകൊണ്ട് തന്നെ സിങ്ക്രണസ് കൗണ്ടർ എന്നൊക്കെ വിളിക്കും. ഇതിൻ്റെ ഡിസൈൻ
കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. കുറച്ചെന്ന് പറഞ്ഞാൽ വളരെ കുറച്ചായിട്ടുള്ള കോംപ്ലിക്കേറ്റഡ് ആണ്. അത് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ പറ്റും. അതൊരു 3-4 സ്റ്റെപ്പായിട്ട് നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ പെട്ടെന്ന് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു സിങ്ക്രണസ് കൗണ്ടറിൻ്റെ ഡിസൈൻ, എങ്ങനെ നമുക്കൊരു സിങ്ക്രണസ് കൗണ്ടറിനെ ഡിസൈൻ ചെയ്യാം. ഈ ഒരു കൗണ്ടറിൻ്റെ ഗുണമെന്ന് പറഞ്ഞാൽ അസിങ്ക്രണസ് അല്ലെങ്കിൽ റിപ്പിൾ കൗണ്ടർ ആണെങ്കിൽ നമുക്കൊരു ഒരു ഓർഡറിൽ മാത്രമേ കൗണ്ട് ചെയ്യാൻ പറ്റൂ. അതായത് 0, 1, ഇപ്പോൾ 5 വരെ കൗണ്ട് ചെയ്യണമെങ്കിൽ 0, 1, 2, 3, 4, അല്ലെങ്കിൽ 100 വരെ കൗണ്ട് ചെയ്യണമെങ്കിൽ 0 to 99. ഇങ്ങനെ ഒരു ഓർഡറിൽ, അതായത് അസെൻഡിങ്ങോ ഡിസെൻഡിങ്ങോ ഓർഡറിൽ മാത്രം കൗണ്ട് ചെയ്യാനേ ആരെ കൊണ്ട് പറ്റത്തുള്ളൂ? ഈ അസിങ്ക്രണസ് കൗണ്ടറിനെ കൊണ്ട് പറ്റുള്ളൂ. അതേസമയം സിങ്ക്രണസ് കൗണ്ടറുകൾക്ക് നമുക്ക് ഇഷ്ടമുള്ള രീതി കൗണ്ട് ചെയ്യാം. ഇപ്പോൾ 2, 3, 6, 10, 12, 20, 22, 22 നമുക്ക് ഇഷ്ടമുള്ള സീക്വൻസിനെ കൗണ്ട് ചെയ്യാൻ ആരെ കൊണ്ട് പറ്റും? ആ രീതിയിൽ നമുക്ക് ഡിസൈൻ ചെയ്യിപ്പിക്കുക. ഏതിനെ? സിങ്ക്രണസ് കൗണ്ടർ ഡിസൈൻ ചെയ്യാം. എനിക്ക് 1, 2, 3, 4, 5 എന്ന് കൗണ്ട് ചെയ്താൽ മതിയെങ്കിൽ അങ്ങനെ, അതല്ല 1, 3, 5, 7, 9, 13 അങ്ങനെ 11, 13 അങ്ങനെ കൗണ്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ. ഇനി ഒന്നുമില്ലാത്ത റാൻഡമായിട്ട് 1, 5, 8, 11, 14, 16, 25 ഇഷ്ടമുള്ളൊരു സീക്വൻസ് അങ്ങനെങ്കിൽ അങ്ങനെ, എങ്ങനെ വേണമെങ്കിലും കൗണ്ട് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തിനെ ഡിസൈൻ ചെയ്യാൻ പറ്റും? സിങ്ക്രണസ് കൗണ്ടറുകളെ ഡിസൈൻ ചെയ്യിപ്പിക്കാൻ പറ്റും. ഇഷ്ടമുള്ള ഫ്ലിപ്പ് ഫ്ലോപ്പ് ഉപയോഗിച്ച് നമുക്ക് ഡിസൈൻ ചെയ്യാം. അപ്പോൾ അതിന് നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിനകത്ത് പ്രധാനമായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ, നമ്മൾ ആദ്യം എത്ര ബിറ്റ് ഉള്ള കൗണ്ടറാണ് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കി വെക്കണം. എത്ര ബിറ്റ് അല്ലെങ്കിൽ എത്ര ഫ്ലിപ്പ് ഫ്ലോപ്പ് നമുക്ക് വേണം, ഏത് ഫ്ലിപ്പ് ഫ്ലോപ്പ് വേണം എന്നുള്ള കാര്യം നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കണം. എത്ര ഫ്ലിപ്പ് ഫ്ലോപ്പ് വേണം, ഏത് ഫ്ലിപ്പ് ഫ്ലോപ്പ് വേണം എന്നുള്ളത് നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കണം. അപ്പോൾ അതിനകത്ത് ഫോർ എക്സാമ്പിൾ നമുക്കൊരു കാര്യം ചെയ്യാം. ഒരു ക്വസ്റ്റ്യനായിട്ട് തന്നെ നമുക്ക് ചെയ്തു നോക്കാം. Design a 2-bit synchronous counter using JK flip-flop. ഇതാണ് ക്വസ്റ്റ്യൻ. ഡിസൈൻ എ 2-bit synchronous counter using JK flip-flop. ഈ ക്വസ്റ്റ്യൻ എനിക്ക് 2 കാര്യങ്ങൾ മനസ്സിലാക്കാം. ഇതൊരു 2-bit synchronous counter ആണെന്ന് മനസ്സിലാക്കാം, എത്ര ബിറ്റിൻ്റെ സിങ്ക്രണസ് കൗണ്ടറാണെന്ന് മനസ്സിലാക്കാം, അതുപോലെ തന്നെ ഏത് ഫ്ലിപ്പ് ഫ്ലോപ്പ് ഉപയോഗിച്ചാണെന്ന് മനസ്സിലാക്കാം. ഇനി എത്ര ബിറ്റിൻ്റെ ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണോ അത്രയും നമ്പർ ഓഫ് ഫ്ലിപ്പ് ഫ്ലോപ്പ് എനിക്ക് വേണം. അതായത് ഇവിടെ എനിക്ക് 2 ബിറ്റിൻ്റെ ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണെങ്കിൽ കൗണ്ടറാണ് എനിക്ക് ഉണ്ടാക്കണമെങ്കിൽ, 2 ബിറ്റിൻ്റെ കൗണ്ടർ ഉണ്ടാക്കണമെങ്കിൽ എനിക്ക് എത്ര ഫ്ലിപ്പ് ഫ്ലോപ്പ് വേണം? 2 ഫ്ലിപ്പ് ഫ്ലോപ്പ് വേണം. JK ഉപയോഗിക്കുന്നതുകൊണ്ട് എനിക്ക് എന്ത് വേണം? 2 JK ഫ്ലിപ്പ് ഫ്ലോപ്പ് എനിക്ക് വേണം. അപ്പോൾ ഇനി ക്വസ്റ്റ്യനിൽ നിന്ന് എനിക്ക് മനസ്സിലായ കാര്യം, 2 ബിറ്റിൻ്റെ സിങ്ക്രണസ് കൗണ്ടറാണ് ഉണ്ടാക്കേണ്ടത്, അതുകൊണ്ട് എനിക്ക് 2 ഫ്ലിപ്പ് ഫ്ലോപ്പ് വേണമെന്ന് മനസ്സിലായി. ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് യൂസിങ് JK എന്നാണ് പറഞ്ഞേക്കുന്നതുകൊണ്ട് എനിക്ക് 2 JK ഫ്ലിപ്പ് ഫ്ലോപ്പ് വേണമെന്ന് മനസ്സിലായി. ഇനി ക്വസ്റ്റ്യനിൽ നിങ്ങളടുത്ത് ഏത് ഫ്ലിപ്പ് ഫ്ലോപ്പ് വേണമെന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്ലിപ്പ് ഫ്ലോപ്പ് ഉപയോഗിക്കാം. DO, TO, SRO അല്ലെങ്കിൽ JK ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. പക്ഷേ ഏറ്റവും എളുപ്പം നിങ്ങൾക്ക് സിമ്പിളായിട്ടുള്ള സർക്യൂട്ട് കിട്ടുന്നത് എപ്പോഴും നിങ്ങൾ JK ഫ്ലിപ്പ് ഫ്ലോപ്പ് ഉപയോഗിക്കുമ്പോഴായിരിക്കും നിങ്ങൾക്ക് എപ്പോഴും ഒരു സിമ്പിളായിട്ടുള്ള സർക്യൂട്ട് കിട്ടുന്നത്. ചെയ്യാൻ ഏറ്റവും എളുപ്പം എന്ന് പറയുന്നത് D ഫ്ലിപ്പ് ഫ്ലോപ്പ് ആയിരിക്കും. ചെയ്യാൻ ഏറ്റവും എളുപ്പം D ഫ്ലിപ്പ് ഫ്ലോപ്പ് ആയിരിക്കും. പക്ഷേ നിങ്ങളുടെ സർക്യൂട്ട് ഭയങ്കര കോംപ്ലക്സ് ആയിരിക്കും. നിങ്ങൾക്ക് വരയ്ക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള വലിയ സർക്യൂട്ടൊക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട് D ഫ്ലിപ്പ് ഫ്ലോപ്പ്. പക്ഷേ ഡിസൈൻ ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്, വരയ്ക്കാൻ ഭയങ്കര പാടായിരിക്കും. JK എന്ന് പറഞ്ഞാൽ ഒരു ശക്കലും കൂടെ ഡിസൈൻ ചെയ്യുമ്പോൾ പാടായിരിക്കും, വലിയ പാടൊന്നുമില്ല, ചെറുതായിട്ടൊരു ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷേ നിങ്ങളുടെ സർക്യൂട്ടും ബാക്കി കാര്യങ്ങളെല്ലാം വളരെ സിമ്പിൾ ആയിരിക്കും. അതുകൊണ്ട് ഞാൻ പേഴ്സണലി പ്രിഫർ ചെയ്യുന്നത് എപ്പോഴും ഡിസൈൻ ചെയ്യുമ്പോൾ ഇറ്റ് ഷുഡ് ബി യൂസിങ് JK ഫ്ലിപ്പ് ഫ്ലോപ്പ്. അപ്പോൾ 2 ബിറ്റ് ആയതുകൊണ്ട് 2 ഫ്ലിപ്പ് ഫ്ലോപ്പ് വേണമെന്ന് മനസ്സിലായി, JK ആയതുകൊണ്ട് 2 JK ഫ്ലിപ്പ് ഫ്ലോപ്പ് വേണമെന്ന് മനസ്സിലായി. അത്രയും വെച്ച് ഞാനവിടെ നിർത്തി. ഇനി തുടങ്ങുന്നത് ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത്, നമ്മളൊരു സാധനം വരയ്ക്കണം, നമ്മുടെ സ്റ്റേറ്റ് ഡയഗ്രം. അത് വരയ്ക്കുന്നതിന് മുമ്പ് 2 ബിറ്റിൻ്റെ കൗണ്ടറാണ് എനിക്ക് വേണ്ടത്. 2 ബിറ്റ് ഉണ്ടെങ്കിൽ എനിക്ക് എവിടെ തൊട്ട് എവിടെ വരെ കൗണ്ട് ചെയ്യാൻ പറ്റും ഒന്ന് പറഞ്ഞേ. 2 ബിറ്റ് ഉണ്ടെങ്കിൽ എനിക്ക് എത്ര തൊട്ട് എത്ര വരെ കൗണ്ട് ചെയ്യാൻ പറ്റും? 2 ബിറ്റ് ഉണ്ടെങ്കിൽ ആരെങ്കിലും പറഞ്ഞു? മീനാക്ഷി എന്ന് പറഞ്ഞേ. 2 ബിറ്റ് എനിക്കുണ്ടെങ്കിൽ എനിക്ക് എവിടെ തൊട്ട് എവിടെ വരെ കൗണ്ട് ചെയ്യാൻ പറ്റും? മീനാക്ഷി മോളെ എവിടെ ഉണ്ടോ? ഉണ്ട് സർ. എനിക്ക് 2 ബിറ്റ് എൻ്റെ ഉണ്ടെങ്കിൽ എനിക്ക് എവിടെ തൊട്ട് എവിടെ വരെ കൗണ്ട് ചെയ്യാൻ പറ്റും? എനിക്ക് എത്ര തൊട്ട് എത്ര വരെയുള്ള വാല്യൂസ് കിട്ടാൻ ചാൻസ് ഉണ്ട് 2 ബിറ്റ് ഉണ്ടെങ്കിൽ? 0, 1. 0 1 2 ബിറ്റ് ഉണ്ടാ എനിക്ക്? ഒറ്റ ബിറ്റ് അല്ല, 2 ബിറ്റ് ഉണ്ട്. ഒരു ബിറ്റിന്റെ 2 വേർഷനാണ്, 2 വാല്യൂസ് ആണ് 0 1. 0 to 3 വരെ. 0 to 3 വരെ. അപ്പോൾ എനിക്ക് 2 ബിറ്റ് ഉള്ള ഒരു സിങ്ക്രണസ് കൗണ്ടർ ആണെങ്കിൽ എനിക്ക് എന്താ ചെയ്യാം? 0 1 2 3 എന്നുള്ള 4 വാല്യൂസ് കൗണ്ട് ചെയ്യാം. ഏതൊക്കെയാ? 0 0 0 1 1 0 1 1. ശരിയാണോ?
2 ബിറ്റ് ഉണ്ടെങ്കിൽ 2 ബിറ്റും 00 ആവാം, 2 ബിറ്റ് 01 ആവാം, 2 ബിറ്റ് 10 ആവാം, 2 ബിറ്റ് 11 ആവാം. അതിൻ്റെ വാല്യൂ 0, 1, 2, 3. 2 ബിറ്റ് എനിക്ക് കൗണ്ട് ചെയ്യാൻ പറ്റുന്നത് 0 to 3 ആണ്. ഇതിനെ ഒരു ഡയഗ്രമായിട്ട് ഞാൻ വരയ്ക്കണം. ഇതിന് ഈ ഞാൻ പറഞ്ഞ സ്റ്റെപ്പിനെല്ലാം പരീക്ഷയ്ക്ക് മാർക്കുള്ളതാണ്, അതുകൊണ്ടാണ് ഞാൻ ആ രീതി പറയുന്നത്. ഡയഗ്രം ഇത്രേ ഉള്ളൂ. നമുക്ക് കൗണ്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണ്? ആദ്യം 00 തുടങ്ങണം. 00 എങ്ങോട്ട് കൗണ്ട് ചെയ്യണം? 01ലേക്ക് കൗണ്ട് ചെയ്യണം. 01ൽ നിന്ന് എങ്ങോട്ട് കൗണ്ട് ചെയ്യണം? 10ലേക്ക് കൗണ്ട് ചെയ്യണം. 10ൽ നിന്ന് എങ്ങോട്ട് കൗണ്ട് ചെയ്യണം? 11ലേക്ക് കൗണ്ട് ചെയ്യണം. 11ൽ നിന്ന് വീണ്ടും തിരിച്ച് എങ്ങോട്ട് കൗണ്ട് ചെയ്യണം? 0. ഇതാണ് എൻ്റെ പോകേണ്ട ഫ്ലോ. അപ്പോൾ ആ സ്റ്റേറ്റ് ഡയഗ്രം ഞാൻ വരയ്ക്കുന്നത് ഇങ്ങനെയാണ്. 00 റൗണ്ടിൽ വരയ്ക്കണം. അതായത് എളുപ്പം 01, 10, 11. ഇതിന് ഓരോന്നിനും ഓരോ സ്റ്റേറ്റ് എന്നാണ് ഞാൻ വിളിക്കുന്നത്. ഈ ഓരോന്നിനും ഓരോ സ്റ്റേറ്റ്. ഇത് 00 സ്റ്റേറ്റ്, ഇത് 01 സ്റ്റേറ്റ്, ഇത് 10 സ്റ്റേറ്റ്, 11 സ്റ്റേറ്റ്. അല്ലെങ്കിൽ വേറെ രീതി പറയുവാണെങ്കിൽ ഇത് 1ന് 0ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്റ്റേറ്റ്, 1ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്റ്റേറ്റ്, 2ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്റ്റേറ്റ്, 3ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്റ്റേറ്റ്. അപ്പോൾ 00ൽ നിന്ന് എങ്ങോട്ട് കൗണ്ട് ചെയ്യണം? 01ലേക്ക് കൗണ്ട് ചെയ്യണം. അതുകൊണ്ട് ഞാൻ ഒരു ആരോ വരച്ചു. 00ൽ നിന്ന് എങ്ങോട്ടാണ് കൗണ്ട് ചെയ്യേണ്ടത്? 01ലേക്ക്. 01ൽ നിന്ന് എങ്ങോട്ടാണ് കൗണ്ട് ചെയ്യേണ്ടത്? 10ലേക്ക്. 10ൽ നിന്ന് എങ്ങോട്ടാണ് കൗണ്ട് ചെയ്യേണ്ടത്? 11ലേക്ക്. 11ൽ നിന്ന് എങ്ങോട്ടാണ് കൗണ്ട് ചെയ്ത്? 00. ഇത് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. 00, 01, 10, 11, 00, 01, 10, 11, അല്ലെങ്കിൽ 0, 1, 2, 3, 0, 1, 2, 3 ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഈ ഞാൻ വരച്ചതിന് വിളിക്കുന്ന പേരാണ് സ്റ്റേറ്റ് ഡയഗ്രം. അപ്പം ഞാൻ ചെയ്യേണ്ട ഫസ്റ്റ് ആദ്യം മനസ്സിലാക്കേണ്ടത് എത്ര ബിറ്റാണ്, എത്ര ഫ്ലിപ്പ് ഫ്ലോപ്പ് വേണം, ഏത് ഫ്ലിപ്പ് ഫ്ലോപ്പ് വേണം എന്നൊക്കെ മനസ്സിലാക്കി. അതിനുശേഷം ഞാൻ എന്ത് വരച്ചു? സ്റ്റേറ്റ് ഡയഗ്രം വരച്ചു. അത്രയും വരെ മനസ്സിലായോ? സ്റ്റേറ്റ് ഡയഗ്രം വരച്ചു കഴിഞ്ഞാൽ ഇനിയാണ് നമുക്ക് ഏറ്റവും എളുപ്പമെന്നല്ല, ജസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം. ഞാൻ ഏത് ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണോ ഉപയോഗിക്കുന്നത്, ഞാനിവിടെ JK ആണ്, ഏത് ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണോ ഉപയോഗിക്കുന്നത് ആ ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ എക്സൈറ്റേഷൻ ടേബിൾ, ഞാനിത് പഠിച്ചതാണ്, ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. അതിൻ്റെ അതാത് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ എക്സൈറ്റേഷൻ ടേബിൾ ഞാൻ വരയ്ക്കണം. ഞാൻ ഏത് ഫ്ലിപ്പ് ഫ്ലോപ്പ് ഉപയോഗിച്ചാണോ ഡിസൈൻ ചെയ്യുന്നത് ആ ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ എക്സൈറ്റേഷൻ ടേബിൾ ചെയ്യണം. എക്സൈറ്റേഷൻ ടേബിൾ എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ സ്റ്റേറ്റിൽ ഇരിക്കുമ്പോൾ തൊട്ടടുത്ത വേറൊരു സ്റ്റേറ്റിലേക്ക് പോകുന്നെങ്കിൽ എൻ്റെ JKയുടെ കേസിലാണെങ്കിൽ Jയുടെ വാല്യൂ എന്തായിരിക്കണം, Kയുടെ വാല്യൂ എന്തായിരിക്കണം. ഇതാണ് ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ എക്സൈറ്റേഷൻ ടേബിൾ. അതായത് ഒരു സ്റ്റേറ്റിൽ നിന്ന് വേറൊരു സ്റ്റേറ്റിലേക്ക് പോകണമെങ്കിൽ ഇൻപുട്ടുകൾ എന്തായിരിക്കണം എന്ന് പറയുന്നതാണ് എക്സൈറ്റേഷൻ ടേബിൾ. QNൽ നിന്ന് QN പ്രസന്റ് സ്റ്റേറ്റും QN+1 നെക്സ്റ്റ് സ്റ്റേറ്റ്, ഇതൊക്കെ ഞാൻ പറഞ്ഞതാണ്. ഇപ്പം നമുക്ക് ആലോചിക്കാം. 2 ഇൻപുട്ടുകളാണ് 4 പോസിബിൾ കോമ്പിനേഷൻസ്. 00, 01, 10, 11. അപ്പോൾ നമ്മൾ അറിയേണ്ടത് 0ൽ നിന്ന് 0ലേക്ക് പോകണമെങ്കിൽ J എന്തായിരിക്കണം, K എന്തായിരിക്കണം. 0ൽ നിന്ന് 1ലേക്ക് പോകണമെങ്കിൽ J എന്തായിരിക്കണം, K എന്തായിരിക്കണം. 1ൽ നിന്ന് 0ലേക്ക് പോകണമെങ്കിൽ J എന്തായിരിക്കണം, K എന്തായിരിക്കണം. അതുപോലെ 1ൽ നിന്ന് 1ലേക്ക് പോകണമെങ്കിൽ J എന്തായിരിക്കണം, K എന്തായിരിക്കണം. ഇത് ഞാൻ പറയാൻ നിങ്ങളത് ഇത് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് പഠിക്കാൻ എളുപ്പമുണ്ട്. 0x, 1x, x1, x0, അല്ലെങ്കിൽ 01xx, 01xx. ഇത് 2 രീതിയിൽ നിങ്ങൾക്ക് കാണാൻ പഠിച്ചു വെക്കാം. മനസ്സിലാക്കി പഠിക്കണമെങ്കിൽ നിങ്ങൾ അങ്ങനെ പഠിക്കാം. അതല്ല നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ എക്സൈറ്റേഷൻ എളുപ്പം ഉണ്ടെങ്കിൽ ഞാൻ പറയാം. ഞാൻ പല രീതിയിൽ 0x, 1x, x1, x0 എന്ന് പഠിക്കാം, അല്ലെങ്കിൽ 01xx തിരിച്ചതുപോലെ തന്നെ 01xx എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് പഠിച്ചു വെക്കാം. ഇതാണ് ഇതിൻ്റെ എക്സൈറ്റേഷൻ ടേബിൾ. ഈ എക്സൈറ്റേഷൻ ടേബിൾ അറിയാമെങ്കിൽ നെക്സ്റ്റ് നമുക്ക് എളുപ്പമാണ്. ഈ എക്സൈറ്റേഷൻ ടേബിൾ അറിയാമെങ്കിൽ നമുക്ക് ഇനി എളുപ്പമാണ്. അപ്പോൾ നമ്മൾ നോക്കുന്ന ഇത്രേ ഉള്ളൂ. നമ്മുടെ ഇതെടുക്കും, ഒരു ടേബിൾ, ഒരു ഫുൾ ടേബിൾ നമ്മൾ വരയ്ക്കും. കാണിച്ചു തരാം. ഒരു ഫുൾ ടേബിൾ നമ്മൾ വരയ്ക്കും. അപ്പം നമുക്ക് നമ്മുടെ പ്രസൻറ്റ് സ്റ്റേറ്റ് എന്താണെന്ന് എഴുതണം, നെക്സ്റ്റ് സ്റ്റേറ്റ് എന്താണെന്ന് അറിയണം, നമ്മുടെ ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഇൻപുട്ട് എന്താണെന്ന്, ഈ 3 കാര്യങ്ങൾ നമുക്ക് അറിയേണ്ടത്. നമ്മുടെ പ്രസൻറ്റ് സ്റ്റേറ്റ് എന്താണ്, നെക്സ്റ്റ് സ്റ്റേറ്റ് എന്താണ്, ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഇൻപുട്ട് എന്താണെന്ന് അറിയണം. അതായത് നമുക്ക് പ്രസൻറ്റ് സ്റ്റേറ്റ് തന്നെ ഏതൊക്കെയാണ്? 00 ഉണ്ട്, അതിന് ഞാൻ പേരൂടെ കൊടുക്കുക. ഇത് പ്രസൻറ്റ് സ്റ്റേറ്റ് ആണ്. അപ്പം QN, രണ്ടും QN ആണെന്ന് വെച്ചാൽ QN തന്നെ എഴുതോട്ടെ. ഇത് QN+1 അല്ല Q1 എന്ന് കൊടുക്കുക. അപ്പം മനസ്സിലായി. Q1ഉം Q2ഉം ഇതും Q1, നെക്സ്റ്റ് സ്റ്റേറ്റും Q1ഉം Q2 തന്നെ എടുക്കാം. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവാൻ എളുപ്പമുണ്ട്. ഇതെൻ്റെ ഫ്ലിപ്പ് ഫ്ലോപ്പ് Jയുടെയും Kയുടെയും കേസിൽ. ഇനി എൻ്റെ ഇത് നോക്കുക, സ്റ്റേറ്റ് ഡയഗ്രാം. 00ൽ നിന്ന്, ഇതാണ് 00 പെർസെൻറ്റ് സ്റ്റേറ്റ് എങ്കിൽ 00ൽ നിന്ന് പോകേണ്ട നെക്സ്റ്റ് സ്റ്റേറ്റ് ഏതാണ്? 01. 01 ആണ് എൻ്റെ പ്രസൻറ്റ് സ്റ്റേറ്റ് എങ്കിൽ 01ൽ നിന്ന് പോകേണ്ട എങ്ങോട്ടാ? 10ലേക്ക്. 10 ആണ് പ്രസൻറ്റ് സ്റ്റേറ്റ് എങ്കിൽ പോകേണ്ട നെക്സ്റ്റ് സ്റ്റേറ്റ് ഏതാ? 11. 11 ആണ് പ്രസൻറ്റ് സ്റ്റേറ്റ് എങ്കിൽ പോകേണ്ട നെക്സ്റ്റ് സ്റ്റേറ്റ് ഏതാ? 00. അത് ഞാനിവിടെ എഴുതണം. അതായത് തുടങ്ങുന്ന 00ലായിരുന്നെങ്കിൽ പ്രസൻറ്റ് സ്റ്റേറ്റ് ആണെങ്കിൽ അവിടുന്ന് പോകേണ്ടത് എങ്ങോട്ടാ? 01ലേക്ക്. 01ൽ ഞാൻ നിലവിൽ പ്രസൻറ്റ് സ്റ്റേറ്റ് നിൽക്കുന്നെങ്കിൽ പോകേണ്ടത് എങ്ങനെയാ? 10ലോട്ട്. 00 to 01.
0 1 to 1 0, അതായത് 0 to 1, 1 to 2, ഇനി എന്തുവാ 1 0ൽ നിന്ന് 1 1, ഇനി ലാസ്റ്റ് 1 1ൽ നിന്ന് 0 0. അതായത് 0ൽ നിന്ന് 1ലേക്ക് പോകണം, 1ൽ നിന്ന് 2ലേക്ക് പോകണം, 2ൽ നിന്ന് 3ലേക്ക് പോകണം, 3ൽ നിന്ന് 0, 0 0 to 0 1, 0 1 to 1 0, 1 0 to 1 1, 1 1 to 0 0. ഇതാണല്ലോ നമ്മുടെ ഫ്ലോ, ഇതാണല്ലോ നമ്മുടെ പ്രസന്റ് സ്റ്റേറ്റും നെക്സ്റ്റ് സ്റ്റേറ്റും. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ 2 ബിറ്റാണല്ലോ, ഈ ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്ന ക്യൂ എന്ന് പറയുന്നത് ഇതൊരു ബിറ്റാണ്. ഈ ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്ന ഞാൻ വേണ്ട ഒരു ഡോട്ടഡ് ആയിട്ട് വേണം വരച്ച് കാണിക്കാം. ഇതെന്ന് പറയുന്ന ഒരു ബിറ്റാണ്, അപ്പുറത്ത് കിടക്കുന്നത് ഈ കിടക്കുന്നത് വേറൊരു ബിറ്റ്. ഇതൊരു ബിറ്റ്, ഇതൊരു ബിറ്റ്. ഒരു ബിറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ നമുക്ക് ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പ് വേണം. നമ്മളെപ്പോഴും പഠിച്ചിട്ടുണ്ട്, ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പിൽ നമുക്ക് മാക്സിമം ഒരൊറ്റ ബിറ്റ് മാത്രമേ സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഒരു 2 ബിറ്റ് സിങ്ക്രണസ് കൗണ്ടർ ഉപയോഗിക്കേണ്ടി വന്നപ്പോൾ നമ്മൾ എത്ര ഫ്ലിപ്പ് ഫ്ലോപ്പ് ഉപയോഗിച്ചത്? 2 ഫ്ലിപ്പ് ഫ്ലോപ്പ് ഉപയോഗിച്ചത്. ഒരു ബിറ്റിന് ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പ്. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്ന ഇത്രയേ ഉള്ളൂ. ഈ ഒരു ബിറ്റ്, ഈ ബിറ്റിൻ്റെ പ്രസൻറ്റ് സ്റ്റേറ്റ് ആണ് ഇത്, അതേ ബിറ്റിൻ്റെ നെക്സ്റ്റ് സ്റ്റേറ്റ് ആണ് ഇത്. നമ്മളിപ്പോൾ എടുത്ത ഒരു ബിറ്റിൻ്റെ പ്രസൻറ്റ് സ്റ്റേറ്റ് ആണ് ഈ ലെഫ്റ്റ് സൈഡിലത്ത്, അതേ ബിറ്റിൻ്റെ നെക്സ്റ്റ് സ്റ്റേറ്റ് ആണ് ഇത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഈ ബിറ്റിനെ, ഈ കറസ്പോണ്ടിങ് ബിറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി നമ്മളൊരു ജെ ഫ്ലിപ്പ് ഫ്ലോപ്പ് എടുത്തു, ഒരു ജെ കെ ഫ്ലിപ്പ് ഫ്ലോപ്പ് എടുത്തു. അതിന് ഞാൻ അതിൻ്റെ ഇൻപുട്ടുകൾക്ക് ഞാൻ J1 എന്നും K1 എന്നും കൊടുത്തു. ഈ രണ്ടാമത്തെ സെറ്റ് ഓഫ് ബിറ്റുകളെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി രണ്ടാമത്തെ ഫ്ലിപ്പ് ഫ്ലോപ്പ് എടുത്തു, അതിന് ഞാൻ വേറൊരു പേര് കൊടുത്തു, J2 K2. അപ്പോൾ പ്രസൻറ്റ് സ്റ്റേറ്റ്, നെക്സ്റ്റ് സ്റ്റേറ്റ്, ഫ്ലിപ്പ് ഫ്ലോപ്പ് ഇൻപുട്ട്, 2 ഫ്ലിപ്പ് ഫ്ലോപ്പുകൾ ഉള്ളതുകൊണ്ട് ആദ്യത്തെ ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഇൻപുട്ടുകൾക്ക് J1 K1 എന്നും രണ്ടാമത്തെ ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഇൻപുട്ടുകൾക്ക് J2 K2 എന്നും പേര് കൊടുത്തു. ആദ്യത്തെ ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്തിനെ റെപ്രസെൻറ്റ് ചെയ്യും? ഈ ഫസ്റ്റ് സെറ്റ് ഓഫ് ബിറ്റുകളെ റെപ്രസെൻറ്റ് ചെയ്യും. രണ്ടാമത്തെ ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്തിനെ റെപ്രസെൻറ്റ് ചെയ്യും? സെക്കൻഡ് സെറ്റ് ഓഫ് ബിറ്റുകളെ റെപ്രസെൻറ്റ് ചെയ്യും. പിന്നെ ഞാൻ ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പ്, ആദ്യത്തെ ഫ്ലിപ്പ് ഫ്ലോപ്പിനെ എടുത്തു. അത് ഏത് സെറ്റ് ഓഫ് ബിറ്റുകളെ റെപ്രസെൻറ്റ് ചെയ്യുന്ന? ഫസ്റ്റ് സെറ്റ് ഓഫ് ബിറ്റുകളെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഞാൻ നോക്കും. ഫസ്റ്റ് കേസ് ഇവിടെ 0 ആണ്, ഇവിടെ 0 ആണ്. അന്ന് ഞാൻ പ്രസൻറ്റ് സ്റ്റേറ്റിൽ 0, നെക്സ്റ്റ് സ്റ്റേറ്റിലും 0. 0 to 0 പോകണമെങ്കിൽ ഇപ്പം ഞാൻ നോക്കട്ടെ എക്സൈറ്റേഷൻ ടേബിൾ അനുസരിച്ചാണ്. എൻ്റെ എക്സൈറ്റേഷൻ ടേബിൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, 0ൽ നിന്ന് 0ലേക്ക് പോകണമെങ്കിൽ എൻ്റെ ഇൻപുട്ടുകൾ എന്തായിരിക്കണം? J0 ആയിരിക്കണം, KX ആയിരിക്കണം. 0ൽ നിന്ന് 1ലേക്ക് പോകണമെങ്കിൽ J1 ആയിരിക്കണം, KX ആയിരിക്കണം. X മീൻസ് ഡോൺ കെയർ. ഇനി 1ൽ നിന്ന് 0ലേക്ക് പോകണമെങ്കിൽ J ഡോൺ കെയർ ആണ്, K1 ആണ്. 1ൽ നിന്ന് 1ലേക്ക് പോകണമെങ്കിൽ J ഡോൺ കെയർ ആണ്, K0. അതനുസരിച്ച് വേണം നമ്മൾ ഈ ടേബിൾ ഫില്ല് ചെയ്യാൻ. 0ൽ നിന്ന് 0ലേക്ക് പോകണമെങ്കിൽ J0 ആണ് വരേണ്ടത്, K ഡോൺ കെയർ എന്ത് വന്നാലും പ്രശ്നമില്ല. 0ൽ നിന്ന് 1ലേക്ക് പോകണം. ഇവിടെ നോക്കി, ആദ്യത്തെ പ്രസൻറ്റ് സ്റ്റേറ്റിൽ 0 ആയിരുന്നു, നെക്സ്റ്റ് സ്റ്റേറ്റിൽ പ്രസൻറ്റ് സ്റ്റേറ്റിൽ നമുക്കിവിടെ 0 ആയിരുന്നു, നെക്സ്റ്റ് സ്റ്റേറ്റിൽ നമുക്ക് 1 ആണ്. 0ൽ നിന്ന് 1ലേക്ക് പോകണമെങ്കിൽ നമ്മൾ പഠിച്ചായിരുന്നു 0x 1x, Jയുടെ വാല്യൂ 1 ആയിരിക്കണം, Kയുടെ വാല്യൂ എന്തായാലും കുഴപ്പമില്ല. 1ൽ നിന്ന് 1ലേക്ക് പോകണമെങ്കിൽ നമ്മൾ എന്താ പറഞ്ഞു? 0 0 0 1 1 0 1 1 1 1 1ലേക്ക് പോകണമെന്ന് വേണം. Jയുടെ വാല്യൂ എന്തായാലും കുഴപ്പമില്ല, Kയുടെ വാല്യൂ 0 ആയിരിക്കണം. ഇതെല്ലാം നമ്മൾ പഠിച്ചതാണ്. ആണ്ടെ 1ൽ നിന്ന് 1ലേക്ക് പോകണമെങ്കിൽ Jയുടെ വാല്യൂ എന്തായാലും കുഴപ്പമില്ല, Kയുടെ വാല്യൂ 0 ആയിരിക്കണം. ലാസ്റ്റ് 1ൽ നിന്ന് ഇവിടെ എന്ത് ചെയ്യും? നമ്മൾ 1ൽ നിന്ന് 1ലേക്ക് പോകണമെങ്കിൽ ഇത് വന്നു. ഇനി അടുത്തത് 1ൽ നിന്ന് 0ലേക്ക് പോകണമെങ്കിൽ എന്ത് പറയണം? Jയുടെ വാല്യൂ എന്തായാലും കുഴപ്പമില്ല, Kയുടെ വാല്യൂ എന്തായിരിക്കണം? 1 ആയിരിക്കണം. മനസ്സിലായോ? ഇതുപോലെ തന്നെ നമ്മൾ രണ്ടാമത്തെ ഫ്ലിപ്പ് ഫ്ലോപ്പിന് എഴുതണം. രണ്ടാമത്തെ ഫ്ലിപ്പ് ഫ്ലോപ്പ് ഏത് സെറ്റ് ഓഫ് ബിറ്റ്സിനെയാണ്? ഈ സെറ്റ് ഓഫ് ബിറ്റ്സിനെയാണ് എന്ത് റെപ്രസെൻറ്റ് ചെയ്യുന്നത്? രണ്ടാമത്തെ ഫ്ലിപ്പ് ഫ്ലോപ്പ്. അപ്പോൾ എന്താ വരും? 0ൽ നിന്ന് 1ലേക്ക് പോകണമെങ്കിൽ 0ൽ നിന്ന് 1ലേക്ക് പോകണമെങ്കിൽ നമ്മൾ എന്തോ ചെയ്യണം? Jയുടെ വാല്യൂ 1 ആയിരിക്കണം, Kയുടെ വാല്യൂ എന്തായാലും കുഴപ്പമില്ല. അടുത്തത് 1ൽ നിന്ന് 0ലേക്ക് പോകണം. 1ൽ നിന്ന് 0ലേക്ക് പോകണം. അപ്പോൾ എന്താ വേണം? 1ൽ 0ലേക്ക് പോകണമെങ്കിൽ Jയുടെ വാല്യൂ എന്തായാലും കുഴപ്പമില്ല, Kയുടെ വാല്യൂ 1 ആയിരിക്കും. ഇതെല്ലാം എക്സൈറ്റേഷൻ ടേബിളിൽ ഉള്ളതാണ്. അടുത്തത് 0ൽ നിന്ന് 1ലേക്ക് പോകണം. 0ൽ നിന്ന് 1ലേക്ക് പോകണമെങ്കിലോ Jയുടെ വാല്യൂ 1 ആയിരിക്കണം. നമ്മൾ നേരത്തെ പറഞ്ഞ Jയുടെ വാല്യൂ 1 ആയിരിക്കണം. അതുപോലെ തന്നെ എന്തുവാണ്? Kയുടെ വാല്യൂ എന്തായാലും കുഴപ്പമില്ല. ലാസ്റ്റ് വൺ എന്തുവാണ്? 0ൽ നിന്ന് അല്ല, ഇപ്പോൾ നമ്മൾ പറഞ്ഞു ചെയ്തായിരുന്നു, ഒരു മിനിറ്റ്. അടുത്ത സോറി ഇതല്ല. അടുത്തത് 1ൽ നിന്ന് 0ലേക്ക് പോകണം. ഇവിടെ 1ൽ നിന്ന് 0ലേക്ക് പോകണം. 1ൽ നിന്ന് 0ലേക്ക് പോകണം എന്ത് വേണം? Jയുടെ വാല്യൂ എന്തായാലും കുഴപ്പമില്ല, Kയുടെ വാല്യൂ എന്തായിരിക്കണം? 1 ആയിരിക്കണം. മനസ്സിലായോ? അപ്പം അങ്ങനെ നമ്മൾ Jയുടെയും Kയുടെയും കംപ്ലീറ്റ് ടേബിളും ഫില്ല് ചെയ്യണം ഓരോ ബിറ്റ് അനുസരിച്ച്. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഒരു മുക്കാൽ പണിയും കഴിഞ്ഞു. ഇനി കുറച്ച് പണിയുണ്ട്. മുക്കാൽ പണിയും നമ്മുടെ ഏകദേശം കഴിഞ്ഞു. ഇതെല്ലാം ഓരോ സ്റ്റെപ്പായിട്ടാണ്. അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ
നമ്മൾ ഈ J1-നും K1-നും J2-നും K2-നും വേണ്ടിയിട്ട് എക്സ്പ്രഷൻ കണ്ടുപിടിക്കണം. J1-നും K1-നും J2-നും K2-നും വേണ്ടിയിട്ട് എക്സ്പ്രഷൻ കണ്ടുപിടിക്കണം. മനസ്സിലാവുന്നുണ്ടോ? J1-നും K1-നും J2-നും K2-നും വേണ്ടിയിട്ട് എക്സ്പ്രഷൻ കണ്ടുപിടിക്കണം. ഒരു മിനിറ്റ്. ശരി, ബാക്ക്. ഓക്കെ, നമ്മളിവിടെ പറഞ്ഞു നിർത്തിയേ. അടുത്ത നമ്മൾ J1-നും K1-നും J2-നും K2-നും വേണ്ടി എക്സ്പ്രഷൻ കണ്ടുപിടിക്കാണ്ട് നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡാണ് കെ മാപ്പ്. അപ്പോൾ നമുക്ക് ആദ്യത്തെ നോക്കാം. എന്നിട്ട് നോക്കേണ്ട കാര്യം, പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, J1-ന് ഒരു എക്സ്പ്രഷൻ കണ്ടുപിടിക്കണം, K1-ന് ഒരു എക്സ്പ്രഷൻ കണ്ടുപിടിക്കണം, J2-ന് ഒരു എക്സ്പ്രഷൻ കണ്ടുപിടിക്കണം, K2-ന് ഒരു എക്സ്പ്രഷൻ കണ്ടുപിടിക്കണം. ബേസ്ഡ് ഓൺ യുവർ പ്രസന്റ് സ്റ്റേറ്റ്. മനസ്സിലാകുന്നുണ്ടോ? ബേസ്ഡ് ഓൺ യുവർ പ്രസന്റ് സ്റ്റേറ്റ്. അപ്പോൾ അതിനകത്ത് എങ്ങനെ കണ്ടുപിടിക്കാം? പ്രസന്റ് സ്റ്റേറ്റ് എത്ര? ഏതാ? Q1-ഉം Q2-ഉം. എത്ര ബിറ്റ് ഉണ്ട്? 2 ബിറ്റ്. അപ്പോൾ നമ്മൾ 2 ബിറ്റ് കെ മാപ്പ് നമ്മൾ വരയ്ക്കും. 2 ബിറ്റ് കെ മാപ്പ് നമ്മളെങ്ങനെ വരയ്ക്കുന്നത്? ഇങ്ങനെ 4 കോളം. ബേസ്ഡ് ഓൺ പ്രസന്റ് സ്റ്റേറ്റ് ആണ് കെ മാപ്പ് വരയ്ക്കേണ്ടത്. പ്രത്യേകം ശ്രദ്ധിച്ചോളുക. J1 നമ്മുടെ ഫ്ലിപ്പ് ഫ്ലോപ്പ് ഇൻപുട്ടുകളുടെ എക്സ്പ്രഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി വരയ്ക്കുന്ന കെ മാപ്പ് ഷുഡ് ബി ബേസ്ഡ് ഓൺ യുവർ പ്രസന്റ് സ്റ്റേറ്റ്. പ്രസന്റ് സ്റ്റേറ്റിൽ നമുക്ക് 2 ബിറ്റേ ഉള്ളൂ, Q1-ഉം Q2-ഉം. അതുകൊണ്ട് തന്നെ 2 ബിറ്റ് കെ മാപ്പ് വരയ്ക്കുന്നു. Q1-ഉം Q2-ഉം കെ മാപ്പ് ഞാൻ പ്രത്യേകം പഠിപ്പിക്കണമെന്നില്ലല്ലോ. 0 1 0 1. ഇനി നോക്കിയേ, ഫസ്റ്റ് J1-ൻ്റെ ആണ് നമ്മൾ വരയ്ക്കുന്നത്. ഇത് J1-ൻ്റെ ആണ് വരയ്ക്കുന്നത് വിചാരിക്കുക. J1-ൻ്റെ 0 0 വന്നപ്പോൾ 0 0 0 വന്നപ്പോൾ 0 0 1 വന്നപ്പോൾ 1 0 1 വന്നപ്പോൾ 1 1 0 വന്നപ്പോൾ ഡോണ്ട് കെയർ 1 0 വന്നപ്പോൾ ഡോണ്ട് കെയർ 1 1 വന്നപ്പോഴും ഡോണ്ട് കെയർ 1 1 വന്നപ്പോഴും ഡോണ്ട് കെയർ. മനസ്സിലായോ? അപ്പോൾ നമ്മൾ അതിൻ്റെ കെ മാപ്പിനകത്ത് ഫില്ല് ചെയ്തു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിനെ എങ്ങനെ ഗ്രൂപ്പ് ചെയ്യാം? നോക്കിയപ്പോൾ ശരിയാ, ഈ 1 കൊണ്ടൊരു ഡോണ്ട് കെയർ ഉണ്ട്. എനിക്ക് എങ്ങനെ ഗ്രൂപ്പ് ചെയ്യാം? ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കാം. ഇങ്ങനെ ഗ്രൂപ്പ് ഉണ്ടാക്കിയാൽ ഇതിൻ്റെ എക്സ്പ്രഷൻ എന്തുവാ? J1-ൻ്റെ എക്സ്പ്രഷൻ എനിക്ക് എങ്ങനെ എഴുതാം? ഈ ഗ്രൂപ്പിൽ എന്തായാലും Q1 ചേഞ്ച് ചെയ്യാത്ത ഏത് മാത്രമേ ഉള്ളൂ? Q2 മാത്രമേ ഉള്ളൂ. Q2-ൻ്റെ വാല്യൂ എത്രയാ? 1. അപ്പം J1-ൻ്റെ വാല്യൂ എന്തുവാ? എക്സ്പ്രഷൻ എന്തുവാ? Q2. ഇത് കെ മാപ്പ് നിങ്ങൾക്ക് പവറിൽ പഠിച്ചത് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഞാൻ അതുകൊണ്ട് കൂടുതലേക്ക് പോകുന്നില്ല. ഒരു അടുത്ത കെ മാപ്പ് നമുക്ക് K1-ൻ്റെ വരച്ച് നോക്കാം. ഇതേപോലെ ഒരു 2 ബിറ്റ് കെ മാപ്പ് വരയ്ക്കുക. K1 0 1 0 1. എന്തൊക്കെയാ? Q1-ഉം Q2. K1 നോക്കിയേ, 0 0 വന്നപ്പോൾ ഡോണ്ട് കെയർ, 0 1 വന്നപ്പോൾ ഡോണ്ട് കെയർ, 1 0 വന്നപ്പോൾ 0, 1 1 വന്നപ്പോൾ 1 1 വന്നപ്പോൾ 1. അപ്പോൾ അവിടെ നമുക്ക് എങ്ങനെ ഇത് ചെയ്യുന്നേ? ഇങ്ങനെ നമുക്ക് മാപ്പ് ചെയ്യാം, ഗ്രൂപ്പ് ചെയ്യാം അല്ലേ? അങ്ങനെ ഗ്രൂപ്പ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടും? നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെയും Q1 ചേഞ്ചിങ് ആണ്. ആകെ ചേഞ്ച് ചെയ്യാത്ത Q2 മാത്രമേ ഉള്ളൂ. Q2-ൻ്റെ വാല്യൂ 1 ആണ്. അപ്പോൾ K1 എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? Q2 തന്നെയാണ്. രണ്ടെണ്ണം കിട്ടി. ഇനി അടുത്ത J2-ൻ്റെ കെ മാപ്പ്. കെ മാപ്പിലേക്ക് കൂടുതൽ പോകാത്തത് നിങ്ങൾക്ക് അറിയാവുന്നുള്ള വിശ്വാസത്തിലാണ്, അറിയാവുന്ന വിശ്വസിക്കുന്നു. 1 വരച്ചു. ഇനി നോക്കിയേ, J2-ൻ്റെ കേസ് ഇവിടെ 1x 1 1 കേസിൽ 0 0 വന്നപ്പോൾ 1 0 0 വന്നപ്പോൾ 1. അടുത്ത 0 1 വന്നപ്പോൾ x 0 1 വന്നപ്പോൾ x. അടുത്ത് 1 0 വന്നപ്പോൾ 1 1 0 വന്നപ്പോൾ 1. അടുത്ത് 1 1 വന്നപ്പോൾ x 1 1 വന്നപ്പോൾ x. ഇവിടെ നമ്മൾ നോക്കിയപ്പോൾ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഇതിനെങ്ങനെ ഗ്രൂപ്പ് ചെയ്യാം? ഇത് 4 കൂടെ വേണമെങ്കിലും ഒറ്റയടിക്ക് ഗ്രൂപ്പ് ചെയ്യാം. നമ്മുടെ ഒരു കെ മാപ്പിൽ, ഞാൻ ആദ്യം കെ പഠിപ്പിച്ച് പറഞ്ഞ കെ മാപ്പിൽ എപ്പോഴെങ്കിലും നമ്മുടെ എല്ലാ ടേമുകളുടെ ഒരുമിച്ച് ഒറ്റ ഗ്രൂപ്പാക്കാൻ പറ്റുവാണെങ്കിൽ അതിൻ്റെ കറസ്പോണ്ടിങ് എക്സ്പ്രഷൻ്റെ വാല്യൂ എന്തുമായിരിക്കും? 1 ആയിരിക്കും എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്.
നമുക്ക് എപ്പോഴെങ്കിലും നമ്മുടെ കെ മാപ്പിലെ എല്ലാ ടേമും കൂടെ ഒരുമിച്ച് ഒറ്റ ഗ്രൂപ്പാക്കാൻ പറ്റിയാൽ ആ കറസ്പോണ്ടിങ് കെ മാപ്പിൻ്റെ എക്സ്പ്രഷൻ്റെ വാല്യൂ എന്തായിരിക്കും? 1 ആയിരിക്കും. സോ J2 വിൽ ബി ഈക്വൽ ടു 1. ഇതേപോലെ നമുക്കിനി K2 നോക്കാം. നിങ്ങളത് തീർത്തിട്ട് ഞാൻ വിട്ടേക്കാം കേട്ടോ. K2 0 1 0 1. ഇത് നമ്മുടെ Q1, ഇത് നമ്മുടെ Q2. ഇനി K2ൻ്റെ കേസ് നോക്കിക്കേ. K2ൻ്റെ കേസ് 0 0 വന്നപ്പോൾ എക്സ് ഡോണ്ട് കെയർ, 0 0 വന്നപ്പോൾ ഡോണ്ട് കെയർ. അടുത്തത് 0 1 വന്നപ്പോൾ 1. അല്ല, നിങ്ങൾ നോക്കിയാൽ മതി, ഇപ്പോൾ ഞാൻ കൂടുതൽ പോകുന്നില്ല. എക്സ് 1 എക്സ് 1 മനസ്സിലായോ വന്നേക്കുന്നത്? അപ്പോൾ 0 1 വന്നാൽ 1, 0 1 വന്നാൽ 1. അടുത്തത് 1 0 വന്നാൽ ഡോണ്ട് കെയർ. അടുത്തത് 1 1 വന്നാൽ 1. നേരത്തെ പോലെ തന്നെ നമുക്കിതെല്ലാം അങ്ങോട്ട് ഒറ്റ ഗ്രൂപ്പായിട്ട് ഗ്രൂപ്പ് ചെയ്യാം. എല്ലാം കൂടെ ഒറ്റ ഗ്രൂപ്പ് വന്നാൽ ഒബ്വിയസ്ലി K2ൻ്റെ വാല്യൂ എന്തായിരിക്കും? 1. അപ്പോൾ നമുക്ക് 4 എക്സ്പ്രഷൻ കിട്ടി. J1ന് Q2 എന്ന് കിട്ടി, K1ന് Q2 എന്ന് കിട്ടി, J2ന് 1 എന്ന് കിട്ടി, K2ന് 1 എന്ന് കിട്ടി. ഈ 4 എക്സ്പ്രഷൻ നമുക്കറിയാമെങ്കിൽ ഇതിനെ ബേസ് നമ്മുടെ അടുത്താണ് ഇത് ലാസ്റ്റ് സ്റ്റെപ്പ്. ഇത്രയും ചെയ്യുവാണെങ്കിൽ നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സർക്യൂട്ട് ഡയഗ്രാം വരയ്ക്കുക എന്നുള്ളതാണ്. നമ്മുടെ കൗണ്ടറിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം വരയ്ക്കുക എന്നുള്ളതാണ്. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ സിമ്പിളാണ്. നമുക്കറിയാം നമ്മുടെ കൗണ്ടർ നമ്മൾ ഡിസൈൻ ചെയ്തത് 2 JK ഫ്ലിപ്പ് ഫ്ലോപ്പ് ഉപയോഗിച്ചാണ് ഡിസൈൻ ചെയ്തത്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് 2 JK ഫ്ലിപ്പ് ഫ്ലോപ്പ് വരയ്ക്കുക എന്നുള്ളതാണ്. 2 ഫ്ലിപ്പ് ഫ്ലോപ്പ് വരയ്ക്കുക. സിങ്ക്രണസ് കൗണ്ടറാണ്. അപ്പോൾ 2 ക്ലോക്ക് വരയ്ക്കുക. രണ്ടും നമ്മൾ ഒരൊറ്റ ക്ലോക്കിലാണ് കണക്ട് ചെയ്യുന്നത്. സിങ്ക്രണസ് കൗണ്ടറാണ്, ക്ലോക്ക് കണക്ട് ചെയ്തു. ഇത് നമ്മുടെ ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പ്, ഇത് നമ്മുടെ സെക്കൻഡ് ഫ്ലിപ്പ് ഫ്ലോപ്പ്. അപ്പോൾ നമ്മുടെ ഇതായിരിക്കും നമ്മുടെ J1, ഇതായിരിക്കും നമ്മുടെ K1, ഇതായിരിക്കും നമ്മുടെ Q1. സെക്കൻഡ് ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ന് പറയുമ്പോൾ ഇതായിരിക്കും നമ്മുടെ J2, ഇതായിരിക്കും നമ്മുടെ K2, ഇതായിരിക്കും നമ്മുടെ Q2. ഇത്രയും നമുക്കറിയാം. ഇനി നമ്മളിപ്പോൾ പഠിച്ച എക്സ്പ്രഷൻ നോക്കുക. എക്സ്പ്രഷനിൽ നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് J1 എന്ന് പറഞ്ഞാൽ എന്തുവാണ് നമ്മുടെ എക്സ്പ്രഷനിൽ കിട്ടിയത്? J1 എന്ന് പറഞ്ഞാൽ Q2 എന്നാണ്. J1 ഈസ് ഈക്വൽ ടു Q2. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം? Q2ൽ നിന്നൊരു കണക്ഷൻ എടുത്ത് എവിടെ കൊണ്ട് കൊടുക്കണം? J1ൽ കണക്ട്. J1 ഈസ് ഈക്വൽ ടു Q2 എന്നായിരുന്നു എക്സ്പ്രഷൻ. അപ്പോൾ ഞാൻ Q2 എന്നൊരു കണക്ഷൻ എടുത്ത് എവിടെ കൊണ്ട് കൊടുക്കണം? J1ൽ കൊടുക്കണം. രണ്ടാമത്തെ എക്സ്പ്രഷൻ എന്ത് വരുന്നു? K1 എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? Q2 തന്നെയാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം? ഇവിടുന്ന് തന്നെ ഒരു കണക്ഷൻ, ഈ J1ൽ നിന്ന് തന്നെ ഒരു കണക്ഷൻ എടുത്ത് എവിടെയും കണക്ട് ചെയ്യണം. സോറി, ഈ കണക്ഷൻ തന്നെ ഇവിടെ കൊടുക്കണം, K1ലും. അപ്പോൾ J1ഉം K1ഉം എന്തുവാണ്? Q2. മനസ്സിലാണല്ലോ? അപ്പോൾ J1ൽ നിന്നൊരു കണക്ഷൻ, സോറി Q2 എന്നൊരു കണക്ഷൻ എടുത്ത് J1ലും കൊടുത്തു. അതായത് കണക്ഷൻ തന്നെ ഇവിടെ കൊടുത്തു, K1ലും കൊടുത്തു. ഇനി അടുത്ത എക്സ്പ്രഷൻ J2 എന്ന് പറഞ്ഞാൽ എന്തുവാ? 1, K2 എന്ന് പറഞ്ഞാൽ 1. J2ഉം K2ഉം 1. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും? J2 എടുത്തു, K2 എടുത്തു. ഈ 2 കണക്ഷനും എടുത്തിട്ട് അവിടോട്ട് എന്താ കണക്ട് ചെയ്യും? ഒരു 1 കണക്ട് ചെയ്യും. മനസ്സിലായോ? അപ്പോൾ Q1 ഇവിടെ കിടപ്പുണ്ട്, Q2 ഇവിടെ കിടപ്പുണ്ട്. ഇതാണ് എൻ്റെ Q1, ഇതാണ് എൻ്റെ Q2. 2 ഔട്ട്പുട്ടുകൾ, Q1ഉം Q2. എൻ്റെ Q2ൽ നിന്നൊരു ഔട്ട്പുട്ട് എടുത്തിട്ട് J1ലും K1ലും കൊടുത്തു. എക്സ്പ്രഷൻ അനുസരിച്ച് J2ലും K2ലും 1ഉം കൊടുത്തു. ഇങ്ങനെ ചെയ്താൽ എൻ്റെ കൗണ്ടർ വർക്ക് ചെയ്യിപ്പിക്കും. ഓരോ ക്ലോക്ക് സൈക്കിൾ കൊടുക്കുന്നതനുസരിച്ച് Q1ലും Q2ലും എങ്ങനെയായിരിക്കും വരുന്നത്? ആദ്യം 0 0 വരും, പിന്നെ 0 1 വരും, പിന്നെ 1 0 വരും, പിന്നെ എത്ര വരും? 1 1 വരും, പിന്നെ 0 0 0 1 1 0 1 1 ഇങ്ങനെ പൊക്കോണ്ടേയിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ചുരുക്കം പറയുവാണെങ്കിൽ നമ്മൾ ഒരു സ്റ്റെപ്പ് വൈസ് ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി പറയുവാണെങ്കിൽ ഒരു സിങ്ക്രണസ് കൗണ്ടർ ഡിസൈൻ ചെയ്യുന്ന സ്റ്റെപ്പുകൾ എന്ന് പറഞ്ഞാൽ നമുക്കൊന്ന് സമ്മറൈസ് ചെയ്തൊക്കെ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ആദ്യം ഫൈൻഡ് ദി number of flip-flops needed. ആദ്യം ചെയ്യേണ്ടത് find the number of flip-flops needed and select the flip-flop. എത്ര ഫ്ലിപ്പ് ഫ്ലോപ്പ് വേണമെന്ന് കണ്ടുപിടിക്കുക, ഏത് ഫ്ലിപ്പ് ഫ്ലോപ്പ് വേണം തീരുമാനിക്കുക. എത്ര ഫ്ലിപ്പ് ഫ്ലോപ്പ് വേണമെന്ന് എങ്ങനെ തീരുമാനിക്കുന്നേ? എത്ര നമ്പർ ഓഫ് ബിറ്റ് ഉള്ള കൗണ്ടർ ആണോ അതനുസരിച്ച് എത്ര നമ്പർ ഓഫ് ഫ്ലിപ്പ് ഫ്ലോപ്പ് വേണം തീരുമാനിക്കുക. അല്ലെങ്കിൽ നിങ്ങളടുത്ത് പറയുക നിങ്ങൾക്കൊരു 15 വരെ കൗണ്ട് ചെയ്യണം എന്ന് വിചാരിക്കുക. ആരെങ്കിലും കാർത്തികേ മോളെന്ന് പറഞ്ഞേ എനിക്ക് 15 വരെ കൗണ്ട് ചെയ്യണം.
എനിക്ക് എത്ര ഫ്ലിപ്പ് ഫ്ലോപ്പ് വേണ്ടി വരും? ആണോ സർ? 4 ആണ്. നീ എങ്ങനെയാ 4 എന്ന് പറഞ്ഞേ? അവരൊന്ന് പറഞ്ഞു കൊടുത്തേ എല്ലാവർക്കും. ഫ്ലിപ്പ് ഫ്ലോപ്പ് എത്ര ബിറ്റ് വേണോ അതിന്റെ നമ്പറാണ് ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ന് പറയുന്നത്. അതെ 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 4 ബിറ്റ് എടുക്കുമ്പോൾ നമുക്ക് 0 to 15 വരെ എടുക്കാൻ പറ്റും. എക്സാക്ട്ലി. അപ്പോൾ 15 വരെ എനിക്ക് കൗണ്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ 15 വരെയുള്ള കൗണ്ട് വരണമെങ്കിൽ എനിക്ക് 4 ബിറ്റ് ഇല്ലാതെ 15നെ വരെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റത്തില്ല. മിനിമം എനിക്ക് 4 ബിറ്റ് ഉണ്ടായേ പറ്റുള്ളൂ. അപ്പം 4 ബിറ്റുള്ള കൗണ്ടർ ആണെങ്കിൽ എനിക്ക് 4 ഫ്ലിപ്പ് ഫ്ലോപ്പും വേണം. അപ്പോൾ 15 വരെ കൗണ്ട് ചെയ്യേണ്ട ഒരു കൗണ്ടറാണ് ഡിസൈൻ ചെയ്യേണ്ടതെങ്കിൽ എൻ്റെ നമ്പർ ഓഫ് ഫ്ലിപ്പ് ഫ്ലോപ്പ് എത്ര ആയിരിക്കും? 4 ആയിരിക്കും. എനിക്കിപ്പോൾ 7 വരെ കൗണ്ട് ചെയ്താൽ മതിയെന്നുണ്ടെങ്കിൽ എൻ്റെ മാക്സിമം എനിക്ക് 3 ബിറ്റ് കൊണ്ട് 7 വരെ കൗണ്ട് ചെയ്യാം എന്ന് പറഞ്ഞാൽ എനിക്ക് എത്ര ഫ്ലിപ്പ് ഫ്ലോപ്പ് മതി? 3 മതി. അപ്പോൾ നമ്മളത് മനസ്സിലാക്കണം. എത്ര ഫ്ലിപ്പ് ഫ്ലോപ്പ് വേണമെന്ന് അങ്ങനെ കണ്ടുപിടിക്കുക. അതിനുശേഷം ഏത് ഫ്ലിപ്പ് ഫ്ലോപ്പ് വേണം തീരുമാനിക്കുക. അത് ക്വസ്റ്റിനിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എടുക്കുക, പറഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കാം. JK ആണ് ഞാൻ പേഴ്സണലി പ്രിഫർ ചെയ്യുന്നത്. കുറച്ചുകൂടി എനിക്ക് എന്താണ് സർക്യൂട്ട് സിമ്പിളായിട്ട് തോന്നുന്നു അതാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ ചെയ്തപ്പോൾ എക്സ്പ്രഷൻ വന്ന കണ്ടില്ലയോ? Q2 എന്ന് മാത്രവും 1 ഒക്കെയാണ് വന്നത്. എളുപ്പമായിട്ട് കണക്ട് ചെയ്യാനുള്ള ഒരു വകുപ്പുണ്ട്. പക്ഷേ നമ്മൾ DO അല്ലെങ്കിൽ വേറെ ഇതിൽ ഉപയോഗിക്കുകയാണെങ്കിൽ ഡിസൈൻ ചെയ്യാൻ കുറേ കൂടി എളുപ്പമായിരിക്കും. പക്ഷേ ചെയ്ത് വരുമ്പോൾ സർക്യൂട്ട് കുറേ കൂടെ കോംപ്ലക്സ് ആയിരിക്കും. എങ്കിലും അതുകൊണ്ട് ഞാൻ പേഴ്സണലി പ്രിഫർ ചെയ്യുന്നത് JK ആണെന്നേ ഉള്ളൂ. അങ്ങനെ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ എത്ര ഫ്ലിപ്പ് ഫ്ലോപ്പ് വേണമെന്ന് കണ്ടുപിടിച്ചു, ഏത് ഫ്ലിപ്പ് ഫ്ലോപ്പ് വേണമെന്ന് ചെയ്തു. രണ്ടാമത് നമ്മുടെ ഫ്ലിപ്പ് ഫ്ലോപ്പ് ഏത് ഫ്ലിപ്പ് ഫ്ലോപ്പാണോ ഞാൻ സെലക്ട് ചെയ്ത് അതിൻ്റെ അതിന് മുമ്പ് നമ്മൾ ചെയ്യണം സ്റ്റേറ്റ് ഡയഗ്രാം വരയ്ക്കണം. നമ്മുടെ കറസ്പോണ്ടിങ് കൗണ്ടറിൻ്റെ സ്റ്റേറ്റ് ഡയഗ്രാം അത് ഞാൻ ഓൾറെഡി കാണിച്ചു തന്നു. എങ്ങനെ കൗണ്ട് ചെയ്യണം, ഏത് രീതിയിൽ കൗണ്ട്, എവിടെ തൊട്ട് ഒരു സ്റ്റേറ്റിൽ നിന്ന് അടുത്ത ഏത് സ്റ്റേറ്റിലേക്ക് പോകണം, ഇങ്ങനെ നമ്മൾ കൗണ്ട് ചെയ്യുന്ന വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഒരു സ്റ്റേറ്റ് ഡയഗ്രാം വരയ്ക്കണം. അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് ഫ്ലിപ്പ് ഫ്ലോപ്പാണോ ഉപയോഗിക്കുന്നത്, ഏത് ഫ്ലിപ്പ് ഫ്ലോപ്പാണോ നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത് അതിൻ്റെ എക്സൈറ്റേഷൻ ടേബിൾ വരയ്ക്കണം. ആ എക്സൈറ്റേഷൻ ടേബിൾ വെച്ചുകൊണ്ട് നമുക്ക് ഒരു സ്റ്റേറ്റിൽ നിന്ന് വേറൊരു സ്റ്റേറ്റിലേക്ക് പോകണമെങ്കിൽ ഓരോ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഇൻപുട്ടുകളും എന്തായിരിക്കും എന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ അത് നമ്പർ ഓഫ് ഫ്ലിപ്പ് ഫ്ലോപ്സ് കണ്ടുപിടിച്ചു, ഫ്ലിപ്പ് ഫ്ലോപ്പ് ഏത് വേണമെന്ന് തീരുമാനിച്ചു, സ്റ്റേറ്റ് ഡയഗ്രാം വരച്ചു, സെലക്ട് ചെയ്ത ഫ്ലിപ്പ് ഫ്ലോപ്പ് അനുസരിച്ചുള്ള എക്സൈറ്റേഷൻ ടേബിളുമായിട്ട് ആണെങ്കിൽ ടേബിൾ നമ്മൾ ഫുള്ള് വരച്ചു. അതിനുശേഷം നാലാമത് നമ്മളതിൻ്റെ ഫൈൻഡ് ദി എക്സ്പ്രഷൻ for each flip-flop input using K-map. Find the expression for each flip-flop input using K-map. ടേബിൾ കണ്ടുപിടിച്ചതിന് ശേഷം ഓരോ ഫ്ലിപ്പ് ഫ്ലോപ്പ് ഇൻപുട്ടിനും വേണ്ടിയിട്ടുള്ള എക്സ്പ്രഷൻ കണ്ടുപിടിക്കണം യൂസിങ് K-map. ഓർത്തിരിക്കേണ്ട കാര്യം യൂസ് ദി പ്രസൻറ്റ് സ്റ്റേറ്റ് as inputs to K-map. K-map നമ്മൾ വരയ്ക്കുന്നത് ഏതിൻ്റെ ബേസിലാണ്? നമ്മുടെ പ്രസൻറ്റ് സ്റ്റേറ്റിൻ്റെ ബേസിൽ. അത് ഓർത്തോളുക. അത് K-map വെച്ച് നമ്മൾ എക്സ്പ്രഷൻ എല്ലാം കണ്ടുപിടിച്ചതിന് ശേഷം 5 draw the സർക്യൂട്ട് ഡയഗ്രാം. അപ്പോൾ ഈ 5 സ്റ്റെപ്പായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഒരു സിങ്ക്രണസ് കൗണ്ടറിനെ ഡിസൈൻ ചെയ്ത് ഫൈൻഡ് ദി നമ്പർ ഓഫ് ഫ്ലിപ്പ് ഫ്ലോപ്പ് നീഡഡ്, ഏത് ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണ് തീരുമാനിക്കുന്നു, സ്റ്റേറ്റ് ഡയഗ്രാം വരയ്ക്കുന്നു, എക്സൈറ്റേഷൻ ടേബിൾ വരയ്ക്കുന്നു, എഴുതുന്നു. അതിനുശേഷം ഓരോ ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഇൻപുട്ട് ഉപയോഗിച്ച് കണ്ടുപിടിക്കുന്നു. അതിൻ്റെ ഇൻപുട്ടായിട്ട് ഉപയോഗിക്കേണ്ടത് നമ്മുടെ പ്രസൻറ്റ് സ്റ്റേറ്റ് ആണ്. അതിനുശേഷം നമ്മൾ സർക്യൂട്ട് ഡയഗ്രാം വരയ്ക്കുന്നു. ഇത്രയും ചെയ്ത് കഴിയുമ്പോഴാണ് നിങ്ങൾക്ക് ഫൈനൽ നിങ്ങളുടെ തീരുന്നത്. ഒരു എസ്സേ ക്വസ്റ്റൻ ആയിട്ട് 10 മാർക്കിന് 15 മാർക്കിന് ചോദിക്കുന്ന ക്വസ്റ്റനാണ്. അതിൻ്റെ ഗുണം സ്റ്റെപ്പ് വൈസ് ആണ് നിങ്ങൾക്ക് മാർക്ക് കിട്ടുക. അതായത് നിങ്ങൾ ഓരോ സ്റ്റെപ്പ് ചെയ്യുന്നതനുസരിച്ച് മാർക്കുണ്ട്. അതായത് നിങ്ങൾ ഫോർ എക്സാമ്പിൾ 4ാമത്തെ സ്റ്റെപ്പ് വരെ ചെയ്തിട്ട് നിങ്ങൾക്ക് സർക്യൂട്ട് ഡയഗ്രാം വരയ്ക്കാതെ വിട്ടുപോയെങ്കിൽ പോലും നിങ്ങൾക്ക് 4 സ്റ്റെപ്പ് വരെയുള്ള മാർക്ക് കിട്ടും. നിങ്ങൾ എക്സൈറ്റേഷൻ ടേബിൾ വരെ വരച്ചെങ്കിൽ അതുവരെയുള്ള മാർക്ക് കിട്ടും. അതേസമയം നിങ്ങൾ ഒന്നും ചെയ്യാതെ ചുമ്മാ സർക്യൂട്ട് ഡയഗ്രാം മാത്രം വരച്ചാൽ പൊട്ടൊന്നും മാർക്ക് കിട്ടാനും പോകുന്നില്ല. ഈ ചെയ്യുന്ന ഈ ഓർഡർ അനുസരിച്ച് ചെയ്യുമ്പോൾ ഓരോ സ്റ്റെപ്പിനും അതിൻ്റെയായിട്ടുള്ള മാർക്ക് നിങ്ങൾക്ക് കിട്ടും. ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. ഞാൻ ഇപ്പോഴത്തേക്ക് നിർത്തുകയാണ്. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്കൊരു 1 or 2 എക്സാമ്പിളൂടെ നമുക്ക് ഈ സെയിം സാധനം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ഉറപ്പായിട്ട് ഇതൊന്ന് ക്വസ്റ്റൻ ഉണ്ടാവും. പിന്നെ 1 or 2 എക്സാമ്പിളൂടെ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഈ സെയിം സാധനം ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഒരു കോൺഫിഡൻസ് നമുക്ക് വരും കേട്ടോ. അപ്പോൾ ഇന്ന് പറഞ്ഞത് മനസ്സിലായോ? ജോൺസൺ കൗണ്ടറും അതുപോലെ സിങ്ക്രണസ് കൗണ്ടർ എങ്ങനെ ഡിസൈൻ ചെയ്തതെന്ന് മനസ്സിലായോ? ആയ പിള്ളേരെ? ശരി. അപ്പോൾ അത് നോക്കി പഠിച്ചോളൂ. ആർഷേ മോളെ നീ എനിക്ക് അതൊന്ന് ഇല്ലാത്ത സമയത്ത് അല്ലെങ്കിൽ വീഡിയോ മൊത്തം കണ്ടിട്ട് ഒന്ന് പഠിക്കുക. എന്തെങ്കിലും മനസ്സിലാവത്തുണ്ടെങ്കിൽ പറഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ സാർ. ശരി. അപ്പോൾ ഓക്കെ, താങ്ക് യു.